അൻവറിന്റെ ചതിയെന്ന മുഖ്യമന്ത്രി. കോൺഗ്രസ് ക്യൂ നിന്ന് അൻവറിന്റെ കാലു പിടിക്കുന്നുവെന്ന് എം സ്വരാജ്. പ്രതിപക്ഷ നേതാവ് കൊട്ടിയടച്ച വാതിൽ തള്ളി തുറക്കാൻ പാതിരാത്രിക്ക് 15 മിനിറ്റ് മുമ്പ് പാലക്കാടൻ പടക്കുതിരയുടെ കുരുത്തക്കേട്. കുട്ടിയെന്നു ചെന്നിത്തല. അൻവർ ഇല്ലാതെ ജയിക്കില്ലേ? സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ CPM-ൽ നിന്ന് ശ്രീ SK സജീഷ്, കോൺഗ്രസിൽ നിന്ന് ശ്രീ സന്ദീപ് വാര്യർ, ഡോക്ടർ പ്രേംകുമാർ ഇടത് സഹയാത്രികൻ, ശ്രീ N ശ്രീകുമാർ കോൺഗ്രസ് സഹയാത്രികൻ, മാധ്യമപ്രവർത്തകൻ. സ്വാഗതം എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈമിലേക്ക്. ശ്രീ N ശ്രീകുമാർ, എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഈ സമയത്തും അൻവറിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാതെ പോകുന്നത്? ഇതിപ്പോ ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പോലും അഭിപ്രായ ഐക്യമില്ല ഇതുവരെയും. നോക്കൂ മാധു, ഇതിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നത എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും ഒരു 2-3 നേതാക്കൾ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളെ മുൻനിർത്തിയാണെങ്കിൽ അത് തെറ്റാണ്. കാരണം നിലമ്പൂരിലെ UDFന്റെ നേതൃത്വം, അത് കോൺഗ്രസ് ഉൾപ്പെടുന്നതാണല്ലോ UDF നേതൃത്വം, ആ നേതൃത്വം ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവിടെ മുന്നോട്ട് പോകുന്നത്. അതിനിടയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണെന്ന്. UDFന്റെ ചെയർമാനായ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡറായ VD സതീശൻ പറഞ്ഞത് തെറ്റായിപ്പോയെന്ന്. അതോടെ പ്രശ്നം അങ്ങ് തീർന്നു. ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് അതിൻ്റെ പേരിൽ ഇങ്ങനെ കുരിശിൽ കയറ്റേണ്ട കാര്യമൊന്നുമില്ല. കാരണം വളർന്നു വരുന്ന നല്ലൊരു യുവജന നേതാവാണ് അദ്ദേഹം. അതുകൊണ്ട് അതിൻ്റെ പേരിൽ നിന്ന് അദ്ദേഹത്തെ ഇനി വിമർശിച്ച് മുന്നോട്ട് പോകാമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും അങ്ങനെ വിമർശനങ്ങൾക്ക് അതീതനായ ഒരാളാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്നും ഇവിടെ ആരും വിചാരിക്കുന്നില്ല. ശ്രീ N ശ്രീകുമാർ, അങ്ങനെ പാർട്ടിയുടെ നയമോ പ്രതിപക്ഷ നേതാവിന്റെ നിലപാടോ കോൺഗ്രസിന്റെ പരിപാടികളോ ഒന്നും അറിയാതെ ഒരാൾ MLA ആകില്ല. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന് അത്രമേൽ രാഷ്ട്രീയ ഉത്തരവാദിത്തമില്ലായ്മയില്ല. അല്ല, അദ്ദേഹം ചെയ്തത് എന്താണ് തെറ്റാണ് എന്ന് പറയുന്നത് പാർട്ടി നേതൃത്വം അദ്ദേഹത്തെ പറഞ്ഞയച്ചിട്ടില്ല. സ്വന്തമായിട്ടൊരു സൗഹൃദത്തിൻ്റെ പേരിൽ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എങ്ങനെയും വോട്ട് ലഭിക്കാനുള്ള മാർഗം ആരായാലും തേടും. അത് രഹസ്യമായിട്ടും തേടും, പരസ്യമായിട്ടും തേടും. എങ്ങനെയും വോട്ട് തേടാനുള്ള മാർഗം ആരും തേടില്ല. എങ്ങനെയും വോട്ട് തേടുക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അതിന് ന്യായയുക്തമായ, നീതിയുക്തമായ, പ്രത്യയശാസ്ത്രപരമായി ശരിയാണ് എന്ന് ബോധ്യമുള്ള രീതികൾ അവലംബിക്കുക എന്ന് പറയുന്നതാണ് രാഷ്ട്രീയം. ഇപ്പോൾ ഇന്ന് രാവിലെ മാധ്യമങ്ങൾ ചോദിക്കുന്നു, അല്ല അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് പറയുന്നു അങ്ങനെ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണെങ്കിൽ അത് പാർട്ടിയിലെ തന്നെ ഏറ്റവും ജൂനിയറായ ഒരു MLA ആണോ ഏൽപ്പിക്കുക എന്ന്? അദ്ദേഹത്തിന് ഇതിന്റെ ഗൗരവതരമായ സ്വഭാവം അറിയാതിരിക്കുകയല്ല ഞാൻ ഈ പറയുന്ന 11:45 മണി നേരത്ത് PV അൻവറിന്റെ വീട്ടിൽ പോയി അത്തരം സന്ദർശനം നടത്തുന്നത് വ്യക്തിപരമാണ് എന്ന് അദ്ദേഹം പറഞ്ഞാൽ അങ്ങനെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന രാഷ്ട്രീയ ബുദ്ധിയേ ഉള്ളൂ കേരളത്തിൽ എല്ലാ മനുഷ്യർക്കും എന്ന് വിചാരിക്കുന്നത് ഭയങ്കര പ്രിവിലേജാണ്. നോക്കൂ മാധു, എങ്ങനെയും വോട്ട് തേടുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് മാധു മനസ്സിലാക്കുക. അതായത് നമ്മളൊരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തിരഞ്ഞെടുപ്പിലെ ഏത് വോട്ടും വിലപ്പെട്ടതാണ്. ആ വോട്ടുകളെ നമ്മൾ തരംതിരിച്ച് കാണണ്ട. ഏത് വോട്ടും ആരുടെയും വോട്ടും വിലപ്പെട്ടതാണ്. അത് ലഭിക്കാനുള്ള മാർഗങ്ങളാണ് തേടുക. തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്താണ്? രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഒരു വേദിയാണ്. അവിടെ നമ്മൾ കയ്യും കെട്ടി നോക്കി നിന്നാൽ എതിരാളികൾ ജയിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ആ നിലയ്ക്കാണ് ഏത് രീതിയെന്ന് ഞാൻ പറഞ്ഞത്. അതല്ലാണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാത്രി പോയി വോട്ട് ചോദിച്ചു അതാണോ രീതിയെന്ന് നിങ്ങൾ മറിച്ച് ചോദിക്കുന്നത് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം കേരളത്തിലെ വോട്ട് ചെയ്യുന്ന ജനങ്ങൾക്കും മാധുവിനും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അത് ചോദ്യങ്ങൾ ഇങ്ങോട്ട് തിരിച്ച് ചോദിക്കണം, അത് ചോദിച്ചോളൂ, കുഴപ്പമില്ല. ഞാൻ പറയുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അവിടുത്തെ പ്രധാന വിഷയം എന്തായിരുന്നു? അവിടെ തെരഞ്ഞെടുപ്പ് വരാൻ കാരണം ഒരു LDF MLA രാജിവെച്ചു. അത് നമ്മൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതിനുശേഷം അവിടെ UDF അവിടെ ജയിക്കണമെന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്? കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായ ഒരു വികാരം ഉള്ളത് കൊണ്ടാണ്. ആ വികാരത്തിൻ്റെ ഒപ്പം നിൽക്കാൻ PV അൻവർ തയ്യാറാകുമെന്ന് കോൺഗ്രസ് ധരിച്ചു. പക്ഷേ അദ്ദേഹം എന്ത് വെച്ചാൽ അദ്ദേഹം ഓരോ ദിവസവും ഓരോ നിമിഷവും അദ്ദേഹം ഓരോ നിലപാടുകൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഈ നിലപാടുകൾക്കൊരു അന്ത്യമില്ലാതെ വരുമ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ് UDF അന്ന് പിന്മാറും. അതുകൊണ്ടാണ് ചർച്ചയില്ലെന്ന് പറഞ്ഞത്. ആ ചർച്ചയില്ലെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച വേണ്ട എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഒരു ചർച്ച നടക്കാതിരിക്കുന്നതും തീരുമാനങ്ങൾ വീണ്ടും പുനഃക്രമീകരിക്കുന്നതും രണ്ടും വ്യത്യാസമുണ്ട്. അൻവറുമായിട്ട് ഇനി ചർച്ചയില്ല, ആ ചർച്ചയ്ക്കുള്ള വാതിൽ അടച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറ്റു വാതിലുകൾ ഇല്ല എന്നുള്ളതല്ല. അത് മനസ്സിലാക്കുക. ഒരു ചർച്ചയ്ക്കുള്ള വാതിൽ അടച്ചു, ഇനി ചർച്ചയില്ല. കാരണം ചർച്ചയുള്ള അവസരം പാഴാക്കാൻ സമയമില്ല. അപ്പൊ ചർച്ചയ്ക്കുള്ള വാതിൽ അടച്ചു എന്ന് പറഞ്ഞാൽ ഇനി ചർച്ചയുണ്ട് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. എങ്കിൽ ശരി, അല്ല അതിൽ തർക്കമില്ല. ഇപ്പോ കോൺഗ്രസിന് മാത്രം മനസ്സിലാകുന്ന ആഭ്യന്തര ഭാഷ എന്തു ചെയ്യാൻ? അതായത് ഇങ്ങോട്ടാരും വരേണ്ട കേട്ടോ, ഇങ്ങോട്ടാരും വരേണ്ട കേട്ടോ എന്ന് PV അൻവർ പറയുന്നത് കേരളം മുഴുവനും കേട്ടതാണ്. ദാറ്റ് ഡോർ ഈസ് ക്ലോസ്ഡ് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേരളം മുഴുവനും കേട്ടതാണ്. അങ്ങനെ അടച്ചു വെച്ചിരിക്കുന്ന ഒരു വാതിൽ
പള്ളി തുറന്ന് പാതിരാത്രിക്ക് 15 മിനിറ്റ് മുമ്പ് ഈ പറയുന്ന പാലക്കാട്ടെ MLA അവിടെ എത്തുന്നു. VD സതീശന് തുറക്കാൻ കഴിയാത്ത, VD സതീശൻ അടച്ചിട്ടിരിക്കുന്ന എന്ത് വാതിലാണ് ഈ പറയുന്ന ഒരു അൻവർക്ക് സുഖമാണോ എന്ന് ചോദിക്കാൻ പോകുന്നിടത്ത് സാധ്യമാകുന്നത് എന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ. നോക്കൂ മാധു അതാ ഞാൻ ആദ്യമേ തുറന്നു പറഞ്ഞത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതിൻ്റെ പേരിൽ നിങ്ങൾ കുരിശ് കയറ്റാൻ നോക്കുകയാണെങ്കിൽ അത് നടക്കില്ലെന്ന് പറയാൻ കാരണം അദ്ദേഹം യുവജന നേതാവാണ്. ഒരാൾക്ക് തെറ്റുപറ്റില്ലേ രാഷ്ട്രീയത്തിൽ? അദ്ദേഹം പോയത് തെറ്റായെന്ന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ VD സതീശൻ പറയുന്നു. ആ തെറ്റ് പാർട്ടി പറഞ്ഞാൽ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിഷയം തീർന്നു. അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള നീക്കമാണ്. ക്രൂശിക്കലോ ഒന്നും ഇവിടെ ആരുടെയും നിലയോ സമീപനമോ ഒന്നുമല്ല. പിന്നെ അവനവൻ പോയി എവിടെയെങ്കിലും കുരിശിൽ കയറാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ മറ്റാർക്കും ഒന്നും ചെയ്യാനുമില്ല എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. ശ്രീ SK സജീഷ്, ഇതായിപ്പോ ഇന്നത്തെ CPM-ന്റെ പ്രതികരണം എന്ന് പറയുന്നത് VD സതീശന്റെ ഏജന്റ് ആയിരുന്നു എന്നുള്ളതാണ്. VD സതീശന്റെ ഏജന്റ് ആയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ, മാപ്പ് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാൻ പോയതാണ് എന്നുള്ളതായിരുന്നു CPM-ന്റെ പ്രതികരണം. പക്ഷേ അങ്ങനെ കോൺഗ്രസിന്റെ VD സതീശൻ അടക്കം നേതാക്കൾ തള്ളി പറഞ്ഞൊരു സന്ദർശനം രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ വ്യക്തിപരമായി നടത്തിയതാണെങ്കിൽ പാർട്ടി എന്തു ചെയ്യാൻ? സതീശന് വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയത് എന്ന് എല്ലാവർക്കും അറിയാം. അത് ഇത്ര വൈകിപ്പോയതും അർദ്ധരാത്രിയിൽ പോയതുമെല്ലാം എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ തള്ളിപ്പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? VD സതീശൻ ഏൽപ്പിച്ച പണി വൃത്തിയായി ചെയ്തില്ല എന്നുള്ളതുകൊണ്ടാണ്. ആരും അറിയാതെ പോകാനാണ് ചുമതലപ്പെടുത്തിയത്. പക്ഷേ പോയ വിവരം വീഡിയോയിലൂടെ പുറത്തു വന്നു. അങ്ങോട്ട് പോകുമ്പോൾ ക്യാമറയുണ്ടോ എന്ന് ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ ഗുഡ് നൈറ്റ് പറഞ്ഞു വരുമ്പോൾ ക്യാമറയുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റിയില്ല. അതുകൊണ്ടാണ് തള്ളി പറയേണ്ടി വന്നത്. ഇല്ലെങ്കിൽ സകല വ്യാജ പണിയും പോലെ ഇതിനെയും ന്യായീകരിച്ച് കോൺഗ്രസിൻ്റെ സുഹൃത്തുക്കളെല്ലാം വന്നേനെ. അങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് ശ്രീ VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ രീതിയിലായിരുന്നു കൈകാര്യം ചെയ്യുക എന്ന് സാമാന്യ യുക്തിയിൽ ചിന്തിക്കുന്ന എല്ലാവർക്കും അറിയാം. ശ്രീ VD സതീശനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജൂനിയർ പാർട്ട്ണർമാരായി 2 പേര് ഷാഫി പറമ്പിലും അതുപോലെ തന്നെ മാങ്കൂട്ടവും ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആർക്കാണ് അറിയാത്തത്? അത് കോൺഗ്രസിലെ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കോൺഗ്രസിനകത്ത് തന്നെ ശക്തമായൊരു പൊട്ടിത്തെറിക്ക് ഇത് സാധ്യമാകുന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ വഴിയെ കാണാൻ പോകുന്നേ ഉള്ളൂ എന്നത് ഒരു വസ്തുതയാണ്. വ്യാജ തിരിച്ചറിയൽ കാർഡ് അടിക്കുന്നത് പോലെ അത്ര എളുപ്പമായില്ല ഈ വ്യാജ പരിപാടി എന്നത് മാത്രമേ നമ്മൾ കാണേണ്ടതുള്ളൂ. പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഉൾപ്പെടെ അങ്ങനെ ഒരു ഏജന്റ് ആയിട്ടാണ് പോയത് എങ്കിൽ ഇന്ന് രാവിലെ മാധ്യമങ്ങളുടെ ആദ്യ പ്രതികരണം തെടലിൽ തന്നെ VD സതീശൻ അദ്ദേഹത്തെ അങ്ങനെ അങ്ങ് തള്ളി പറയുമോ? ഇപ്പോ അങ്ങനെയല്ല എന്ന് പറഞ്ഞു പോകാനുള്ള മെയ്വഴക്കമൊക്കെ പ്രതിപക്ഷ നേതാവിനില്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത്. ഏൽപ്പിച്ച പണി വൃത്തിയായി ചെയ്യാത്തത് കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ശ്രീ VD സതീശൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അദ്ദേഹം തള്ളിപ്പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തെയും കൂട്ടി ബാക്കിയുള്ള ആളുകൾ തള്ളിപ്പറയുമെന്ന് അദ്ദേഹത്തിന് അറിയാമല്ലോ. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ VD സതീശനെ തള്ളിപ്പറയാൻ ഒരു കാരണം കിട്ടാൻ കാത്തു നിൽക്കുകയാണ് ബാക്കി കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം. ആ സമയത്ത് ഇത്തരമൊരു കാരണം കൂടി കിട്ടിയാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് VD സതീശന് നന്നായി അറിയാം. അതുകൊണ്ട് അദ്ദേഹം ആ നിലയിൽ തള്ളിപ്പറയുന്നതായി കാണിച്ചു എന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ സകല സംരക്ഷണവും ഒരുക്കും ഭാവിയിൽ എന്നത് നമുക്ക് വഴിയെ കാണാവുന്ന കാര്യവുമാണ്. ശരി, ശ്രീ സന്ധ്യ വാര്യർ, ഇന്ന് നിങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും സജീവമായ നേതാക്കളാണ്. ഇന്ന് ഫേസ്ബുക്കിൽ മുഴുവനും ഇടത് സൈബർ വിങ്ങിൽ അപ്പാടെ നിറഞ്ഞു നിൽക്കുന്ന പരിഹാസം എന്ന് പറയുന്നത് അങ്ങും കാണുന്നുണ്ടായിരിക്കുമല്ലോ. അത് വെല്ലുവിളിയാണ് സാറേ ഇവന്റെ മെയിൻ. പകൽ മുഴുവൻ ഗീർവാണം, രാത്രി കാലുപിടിക്കൽ എന്ന നിലയ്ക്കാണ്. അങ്ങനെ PV അൻവറിന്റെ കാലുപിടിക്കേണ്ട, ക്യൂ നിന്ന് കാലുപിടിക്കേണ്ട ഗതികേട് കോൺഗ്രസിനുണ്ട് എന്ന ആരോപണം വരുത്തിവെച്ചത് നന്നായോ? അതൊരു തെരഞ്ഞെടുപ്പാവുന്ന സമയത്ത്, ഇനി തെരഞ്ഞെടുപ്പ് അല്ലാതായിക്കോട്ടെ, രാഷ്ട്രീയ നേതാക്കളാണ്, സ്വാഭാവികമായിട്ടും പലരും പലരെയൊക്കെ കാണും. ചിലതൊക്കെ വലിയ വാർത്താ പ്രാധാന്യം നേടും, ചിലതെല്ലാം വാർത്താ പ്രാധാന്യം നേടാതെ അങ്ങനെ സാധാരണ മീറ്റിങ്ങുകളായിട്ടങ്ങ് പോകും. ഇവിടെ UDF ഒരു വലിയ അലയൻസാണ്, UDF ഒരു വലിയ സഖ്യമാണ്. ആ സഖ്യത്തിൻ്റെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് വളരെ ഐക്യത്തോടു കൂടി ഒരു കളക്റ്റീവായിട്ടുള്ള ഡിസിഷൻസാണ് UDFൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും വ്യക്തിപരമായി ആരെങ്കിലും കണ്ടതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ചായ ചർച്ചകളിലൊന്നും ഉണ്ടാക്കുന്ന തീരുമാനങ്ങളല്ല. ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഒരു തെരഞ്ഞെടുപ്പാകുന്ന സമയത്ത്, ഒരു നാട്ടിൽ പോകുന്ന സമയത്ത് പരിചയമുള്ള ആളുകൾ തമ്മിൽ കണ്ടിരിക്കും, പോയിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ സ്വാഭാവികം മാത്രം. അതൊന്നും അത്ര വലിയ ഇഷ്യൂ ആക്കേണ്ട ഒരു കാര്യമില്ല. അത് സ്വാഭാവികമായിട്ടും UDFൻ്റെ നിലപാട്, UDFൻ്റെ നേതാക്കൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചർച്ചയില്ല എന്നുള്ളത് കൃത്യമായിട്ട് UDF എടുത്ത തീരുമാനമാണ്.
ആ തീരുമാനം ഒന്നും മാറാനൊന്നും ഈ ചർച്ച കൊണ്ടൊന്നും പോകുന്നില്ല. ഒരു ചർച്ച അവിടെ നടന്നിട്ടില്ല. അദ്ദേഹം പോകുന്നു, കാണുന്നു, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ബന്ധം വെച്ച് കാണുന്നു. അതിലപ്പുറം ഒന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രാധാന്യം ആ കൂടിക്കാഴ്ചയ്ക്ക് ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതിനിങ്ങനെ മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ട് ഉപതെരഞ്ഞെടുപ്പായതുകൊണ്ട് വലിയ ഏതെങ്കിലും വിഷയം ചർച്ച ചെയ്യാൻ കിട്ടണം. അപ്പോൾ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നെഞ്ചത്തേക്ക് അങ്ങ് കയറിക്കളയാമെന്ന് കരുതി നിങ്ങൾ അടുത്ത ദിവസം ഈ വിഷയം കഴിയുമ്പോൾ അടുത്ത വിഷയം കിട്ടുമ്പോൾ നിങ്ങൾ അതിലോട്ട് അങ്ങ് പോകും. അത്രമാത്രം ആ പ്രാധാന്യം മാത്രമേ ഇതിനുള്ളൂ. അല്ലെ, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ യാതൊരു ചോദ്യങ്ങളെയും അഭിമുഖീകരിക്കാൻ പാടില്ലാത്ത അത്ര പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ ആണ് എന്ന നിലയ്ക്ക് നിങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം കേരളത്തിലെ എല്ലാ നേതാക്കളും, പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞൊരു വിവാദത്തിന്റെ സമയത്ത് പറഞ്ഞത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിക്കുന്ന ആൾ ഞാനാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് നേരെ വിമർശനം വരും, ഞാൻ അതിനെ കേൾക്കാൻ തയ്യാറാകും എന്നാണ്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത് നോക്കൂ, ഏറ്റവും കുറവ് വിമർശനം കേൾക്കുന്ന രാഷ്ട്രീയക്കാരുടെ പട്ടികയിൽ ഒരാളായിരിക്കാം ഒരു പക്ഷേ സൈബർ ഇടത്തിലല്ല. അതിനപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് ചെന്ന് വിവാദം പിടിച്ചു വാങ്ങുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കാര്യം പറഞ്ഞ് അങ്ങനെ വിവാദമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇത് നോക്കൂ, ഇത് പറയാൻ പാടില്ല. അപ്പോഴേ കുരിശേറ്റം, ക്രൂശിക്കൽ, നെഞ്ചത്ത് കയറൽ, ഈ നിലയ്ക്കാണ് അതിനെ ഇരവൽക്കരിക്കുന്നത് എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പാകുമ്പോൾ പലരെയും കാണും, പല രാഷ്ട്രീയ നേതാക്കളും പലരെയും കാണും എന്നങ്ങ് ആദ്യം പറഞ്ഞു. പിന്നീട് വന്നു UDFന്റെ സംവിധാനം കുറച്ചുകൂടി ബൃഹത്താണ്, അവിടെ അങ്ങനെ ഒരാൾ പോയി ഒരു ചായ കുടിച്ച് ചർച്ച ചെയ്താൽ നടപ്പിലാകുന്ന ഒന്നല്ല എന്ന്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം പറഞ്ഞത് വ്യക്തിപരമായ കൂടിക്കാഴ്ചയാണിത്. എന്നിട്ട് വ്യക്തിപരമായ കൂടിക്കാഴ്ചയിൽ പറഞ്ഞത് മുഴുവൻ രാഷ്ട്രീയമാണ്, അതിവൈകാരികമായ തീരുമാനമെടുക്കരുത് എന്നൊക്കെ പറയുന്നു. ഇതിലെവിടെയെങ്കിലും ഒന്ന് ഒരിടത്തുറച്ചു നിൽക്കുക എന്ന് പറയുന്ന ഒന്നില്ലേ? ഒന്നുകിൽ ഞാൻ വ്യക്തിപരമായി പോയി കണ്ട ഒന്ന് ഗുഡ് നൈറ്റ് പറയാൻ പോയതാണ്, അല്ലെങ്കിൽ ഞാൻ കുറച്ച് രാഷ്ട്രീയം പറയാൻ പോയതാണ്, അതിവൈകാരികമായ തീരുമാനമെടുത്ത് പുറത്തു പോകരുത്, മത്സരിക്കരുത് എന്ന് പറയാൻ പോയതാണ്. ഇതിലൊന്ന് പറഞ്ഞുകൂടെ? എന്തിനാണ് ഇതിങ്ങനെ കൺഫ്യൂസ് ചെയ്യിക്കുന്നത്? മാധു ഈ ചോദിച്ച വലിയ എസ്സേ കണക്കുള്ള ചോദ്യത്തിൽ ഞാൻ ആദ്യം മുതൽക്ക് പറയാം. ആദ്യത്തെ കാര്യം, രാഹുലിന് ഏതെങ്കിലും തരത്തിൽ പ്രിവിലേജ് ഉണ്ടെന്ന് ഞങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞു? പോട്ടെ, രാഹുൽ എവിടെയെങ്കിലും പറഞ്ഞു? ഇന്ന് രാവിലെ മുതൽ രാഹുൽ നിങ്ങൾ ചോദിക്കുന്ന ഏത് ചോദ്യത്തിന് എവിടെയാണെന്നൊന്നും മറുപടി പറയായിരുന്നിട്ടുള്ളത്? എത്ര നേരം നിന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാഗം വിശദീകരിച്ചിട്ടുള്ളത്? മറുവശത്ത് UDF നേതാക്കന്മാർ UDFന്റെ നിലപാട് വളരെ ക്ലിയർ ആയിട്ട് ആ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അതോടെ ആ വിഷയം തീർന്നു. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന് പരിചയം ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം കണ്ടു. ശരി, ആ കണ്ടതിൽ രാഷ്ട്രീയമായിട്ടൊരു ഔചിത്യക്കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ UDFന്റെ നേതൃത്വം അത് ശരിയായിട്ടില്ല എന്നും പറഞ്ഞു. അതല്ലാതെ അതിനെ പർവ്വതീകരിക്കുന്ന അൻവർ കാണാൻ പാടില്ലാത്ത ഒരാളാണ് എന്നൊന്നും ആരും പറയുന്നില്ല. അത് കണ്ടതിൻ്റെ സമയവും അതല്ലെങ്കിൽ സന്ദർഭത്തിലും പറ്റിയിട്ടുള്ള ഒരു പിഴവ്, ആ പിഴവ് സംബന്ധിച്ച് UDF നേതൃത്വം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിലപ്പുറം അതിനെ പർവ്വതീകരിക്കുകയോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യുവ നേതാവ് എന്തോ വലിയ മഹാപാതകം ചെയ്തു എന്ന രീതിയിൽ ഒരു പാതകവും ചെയ്തിട്ടില്ല. കോൺഗ്രസ് നിയോഗിച്ചതാണ് എങ്കിൽ അവിടെ പോയി കാണണം, കൂടിക്കാഴ്ച നടത്തണം. അതല്ല, ഇനി കോൺഗ്രസ് നിയോഗിച്ചതല്ല എങ്കിൽ പോലും രാഷ്ട്രീയം പറയാൻ രാഷ്ട്രീയക്കാർക്ക് അങ്ങനെ വിലങ്ങ് തടിയും ഒന്നുമില്ല എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൻവറുമായി കൂടിക്കാഴ്ചയില്ല എന്ന് ഒരിടത്ത് പ്രഖ്യാപിക്കുന്നു, അൻവറുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഈ വാതിൽ തുറന്നു വെക്കൽ ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദ്യം. അതായത് നിരന്തരം CPM പറയുകയാണ്, പോയി നിന്ന് കാലുപിടിക്കുകയാണ്, അൻവറില്ലാതെ ജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം അവിടെ കോൺഗ്രസിനില്ല, അൻവറിന്റെ വോട്ടിനെ അവർക്ക് പേടിയാണ്. ഇതിപ്പോ കോൺഗ്രസിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നായി പോയിട്ടുണ്ട് അൻവർ ഇപ്പോൾ തന്നെ സതീശനിസത്തിനെതിരെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, നിങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇനിയും പറയുമെന്ന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഇതിനൊക്കെ ഇടയിലാണ് ഈ കൂടിക്കാഴ്ച ഉണ്ടാകുന്നത്. നിങ്ങളുടെ സ്ഥാനാർത്ഥി അംഗീകരിക്കാത്ത ഒരാളെ പാതിരാത്രി പോയി കൂടിക്കാഴ്ച നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു ശരികേട് അവിടെയുണ്ടെന്ന് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? മാധു എഴുതി കൊണ്ടുവന്ന 4 ചോദ്യം എന്നോട് ചോദിച്ചേ അടങ്ങുന്നുണ്ടെങ്കിൽ ചോദിച്ചോ. ഇവിടെ ഒരൊറ്റ പേപ്പർ കൊണ്ട് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ ശ്രീ സന്ധ്യ വാര്യനെ കാണിച്ചു തരാം. അല്ല, അങ്ങനെ അങ്ങ് നേരത്തെ പറഞ്ഞു ഞാൻ എസ്സേ വായിക്കുകയാണെന്ന്, ഇപ്പൊ പറയുന്നു ഞാൻ എഴുതി കൊണ്ടുവന്ന 4 ചോദ്യം എന്നൊക്കെ. അങ്ങ് എഴുതി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങയുടെ രീതിയാണെങ്കിൽ ശരി. ഞാനിവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല, ഒരു എസ്സേയും വായിക്കുന്നില്ല. ഞാൻ എസ്സേ വായിക്കുക എന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിന്റെ ദൈർഘ്യത്തിനനുസരിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ചില കാര്യങ്ങളൊക്കെ ലൈറ്റർ നോട്ട് എടുക്കാൻ പഠിക്കണ്ടേ? ഈ ലൈറ്റർ നോട്ട് എടുത്താൽ മതി. ഇത് അത്ര വലിയ വിഷയമൊന്നുമല്ല, അത്ര വലിയ ഇഷ്യൂ അല്ല. നിങ്ങൾക്ക് ഇനി 10-20 ദിവസം എന്തൊക്കെ ഇഷ്യൂകളൊക്കെ വരാൻ കിടക്കുന്നു, എന്തൊക്കെ ചർച്ച ചെയ്യാൻ കിടക്കുന്നു. ഇന്നലെ അങ്ങനെ സംഭവിച്ചു പോയ കാര്യങ്ങൾ തിരുത്താൻ കഴിയില്ല, സംഭവിച്ചു പോയി. അത് സംബന്ധിച്ച് UDF നേതൃത്വം അഭിപ്രായം പറഞ്ഞു, ആ വിഷയം അവിടെ തീർന്നു. ഞങ്ങൾക്ക് അതിനിടയിൽ ഒരു ആശയക്കുഴപ്പമില്ല. ഞങ്ങളെല്ലാവരും ഗ്രൗണ്ടിൽ പണിയെടുക്കുകയാണ്. ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥി അത്യുജ്വലമായ വിജയം നേടാൻ വേണ്ടിയുള്ള വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇതൊന്നും ഒരു വലിയ പ്രസക്തമായിട്ടുള്ള കാര്യമേ അല്ല. ഇത്തരത്തിൽ രാഷ്ട്രീയമാവുന്ന സമയത്ത് ചില ആളുകൾ ചിലപ്പോൾ കണ്ടു എന്ന് വരും, കണ്ടില്ല എന്ന് വരും, ചില സമയത്ത് വാർത്തയായി എന്ന് വരും, വാർത്തയായില്ല എന്ന് വരും. ഇവരൊക്കെ പടകൂടി നടത്തുന്ന ബിഹൈൻഡ് ദ ഡോർ ചർച്ചകളൊക്കെ വാർത്തയായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അർദ്ധരാത്രി സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ CPMന്റെ നേതാക്കന്മാരൊക്കെ വാസ്തവത്തിൽ എത്രമാത്രം പ്രയാസപ്പെടുമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അതിൽ അത്ര വലിയ കാര്യമൊന്നുമില്ല. കേരള രാഷ്ട്രീയത്തിൽ ഇതിനു മുമ്പും പല വിധത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടായിരിക്കാം. എന്തായാലും
UDF അക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. UDF അൻവറുമായിട്ടുള്ള ചർച്ചയൊക്കെ നേരത്തെ അവസാനിപ്പിച്ചതാണ്. പിന്നെ സ്വകാര്യമായിട്ട് ചെറുപ്പക്കാരനായിട്ടുള്ള നേതാവ് നിങ്ങൾ എന്തിനാണ് ഇത്ര അയാളോട് ശത്രുത കാണിക്കുന്നത്? എന്ത് ശത്രുതയാണ് ഇതൊക്കെ? ലൈറ്റർ നോട്ടിൽ കാണണ്ടേ ശ്രീ സന്ദീപ് വാര്യർ? എന്ത് ശത്രുത അല്ലെ? എന്ത് ശത്രുത എന്നുള്ളത് ഞാൻ ചോദിച്ചു തന്നേ ഉള്ളൂ. ശരി ശരി, ഞാൻ അങ്ങിലേക്ക് വരാം. അങ്ങനെ അർദ്ധരാത്രി ക്യാമറ തെളിച്ചു വെച്ചപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ശ്രീ പ്രേംകുമാർ, ഇതത്ര ഇഷ്യൂ ആക്കണ്ട എന്ന് സാധാരണഗതിയിൽ പറയാറുള്ളത് UDF നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയാണ്. ഇത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന CPM ഏറ്റു പറയുന്ന ഒരു ഇഷ്യൂ എന്നതിനപ്പുറത്ത് ഇതിലൊരു വളരെ നിഷ്കളങ്കമായ സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു കൂടിക്കാഴ്ച എന്ന നിലയ്ക്ക് മാത്രം കണ്ടാൽ പോരെ? അതായത് ഞാൻ സന്ദീപ് വാര്യരുടെ ഡയലോഗ് ശ്രദ്ധിക്കുകയായിരുന്നു. അത് ഒരുപക്ഷെ ഞാൻ ഏറ്റവും തീവ്രമായിട്ട് തർക്കിക്കുകയും വിയോജിക്കുകയും ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് സന്ദീപ് വാര്യർ. അന്നൊക്കെ RSSന്റെ BJPയുടെ കൂടെയായിരുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുമായിരുന്നു. കോൺഗ്രസിൽ വന്നതിന് ശേഷം സന്ദീപ് വാര്യർക്ക് വന്നിട്ട് ഒരു അവസ്ഥ ഇതാണ്, ഒരു ചർച്ചയിൽ പോലും ഒരു പറഞ്ഞ കാര്യത്തിൽ നിൽക്കാൻ പറ്റാതാവുക. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പ്രശ്നമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, കോൺഗ്രസിന്റെ പ്രശ്നമാണ്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിലമ്പൂർ കോൺഗ്രസിന്റെ അവസ്ഥയാണത്. എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിച്ചു വന്നതെന്നുള്ളത് PV അൻവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പാലക്കാട് ഉള്ളപ്പോഴും ഇങ്ങനെ എന്നെ ഒളിച്ചു വന്ന് കണ്ടിട്ട് ഞാനിതുവരെ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ, അതുപോലെ തന്നെ നട്ടപ്പാതിരിക്ക് വന്നതാണെന്ന്. നമ്മൾ ഈ വിഷ്വൽസ് കാണുന്നത് എങ്ങനെയാണ്? വീട്ടിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്ന സമയത്ത് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. ഇറങ്ങുന്ന സമയത്ത്, അതായത് പറഞ്ഞ് അടിച്ചു പിരിഞ്ഞ് മോനെ നീ പോയിക്കോ, എന്നെ നിന്റെ വഴിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പം അൻവറിന്റെ കൂടെയുള്ള ആളുകൾ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. അവർ തന്നെയാണ് ചാനലുകൾക്ക് അയച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രം ഇക്കാര്യത്തിൽ കോർണർ ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തെ കളിയാക്കാൻ കോർണർ ചെയ്യരുത്. എന്തുകൊണ്ടെന്നറിയോ? ഇതിനേക്കാൾ മുന്നേ അൻവറിനെ രഹസ്യമായിട്ട് പോയി കണ്ടത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറും മുൻ KPCC പ്രസിഡന്റുമായ K സുധാകരനാണ്. VD സതീശനും UDFന്റെ തീരുമാനം വളരെ കൃത്യമായിട്ടും വളരെ ലോജിക്കലായിട്ടും എനിക്കൊക്കെ ബഹുമാനം തോന്നിയിരുന്നു. അതായത് AICC അംഗീകരിച്ച് പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥി ശരിയല്ല എന്നും തോൽക്കുമെന്നും അയാൾ CPMന്റെ ഏജന്റ് ആണെന്നും പിണറായി വിജയന്റെ പിന്നണി പോരാളിയാണെന്നും പറയുന്ന ഒരാളുമായി ചർച്ചയില്ല എന്ന് VD സതീശൻ പറഞ്ഞതിന് ശേഷം മഞ്ചേരിയിൽ ചെന്ന് അൻവറിനെ കണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരണം എന്ന് പറഞ്ഞ ആളുടെ പേര് K സുധാകരൻ എന്നാണ്. അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയിട്ട് എസ്കലേഷൻ കൊടുത്തതാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിട്ട്. ഇതേ കുഞ്ഞാലിക്കുട്ടിയുടെ വലിയ ഇഷ്യൂ ആക്കണ്ട എന്ന് പറയുന്ന കുഞ്ഞാലിക്കുട്ടിയുടെ UDFന്റെ സ്ഥാപകരിൽ ഒരാളാണ്. VD സതീശൻ UDFന്റെ സ്ഥാപകരിൽ ഒരാളല്ല. കുഞ്ഞാലിക്കുട്ടി UDFന്റെ സ്ഥാപകരിൽ ഒരാളായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടിയാണ് ഇയാൾക്ക് അഷ്വറൻസ് കൊടുത്തത്, നിങ്ങൾക്ക് കോഴിക്കോട് വന്നാൽ KC വേണുഗോപാലിനെ കാണാമെന്ന്. KC വേണുഗോപാലിനെ കാണാൻ പറ്റാതിരുന്നത് VD സതീശൻ ഭാര വെച്ചുകൊണ്ടാണെന്ന് അൻവർ വിളിച്ചു പറയുന്നു. VD സതീശൻ ഇതുവരെ അത് നിഷേധിച്ചിട്ടില്ല. നമുക്കറിയാം അന്നത്തെ ഇവന്റ്സ് നോക്കിയാൽ കോഴിക്കോട് DCC പ്രസിഡന്റ് ഇദ്ദേഹത്തെ കാണാൻ പോകുന്നു, ജയന്ത് ഇദ്ദേഹത്തെ കാണാൻ പോകുന്നു. അതായത് നിലമ്പൂരിലെ കോൺഗ്രസിനും UDFനും അൻവറിന്റെ കാര്യത്തിൽ ഒരു നിലപാടില്ല, ഡിസിഷൻ ഇല്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ആയിപ്പോകാനുള്ള കാര്യം എന്താണെന്നറിയോ? ഒരാഴ്ച മുമ്പ്, അതായത് ആര്യാടൻ ഷൗക്കത്ത് നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് UDFന്റെ ഓഫീസിലുണ്ടായിരുന്ന 3 പേരാണ് ഇന്ന് അവിടെ 3 സ്ഥാനാർത്ഥികളായിട്ടുള്ളത്. ഒന്ന് ആര്യാടൻ ഷൗക്കത്ത്, രണ്ടാമത്തത് PV അൻവർ. മെനഞ്ഞാന്നും VD സതീശൻ പറഞ്ഞത് PV അൻവറിനെ UDFിലെടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ച് കഴിഞ്ഞതാണെന്നാണ്. K മുരളീധരനും വ്യക്തമായി പറയുന്നു അത് എഴുതി കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, 2-ാം തീയതിയിലെ യോഗത്തിൽ തീരുമാനിക്കുമെന്നുള്ളത്. മൂന്നാമത്തത്, ഇന്നലെ രാത്രി വരെ UDFന്റെ നേതാവായിരുന്ന കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാവാണ് BJPയുടെ കാൻഡിഡേറ്റ്. അതായത് മെനഞ്ഞാന്ന് വരെ UDFന്റെ ഓഫീസിൽ ഉണ്ടായിരുന്ന 3 ആളുകളാണ് 3 പാർട്ടികളുടെ ചിഹ്നവുമായിട്ട് അവിടെ മത്സരിക്കുന്നത്. ഇപ്പുറത്തെ ഒറ്റ കാൻഡിഡേറ്റ് ആണുള്ളത്, സഖാവ് M സ്വരാജ് ആണത്, CPIMന്റെ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. അതുകൊണ്ട് തന്നെ UDFന് ഇനി ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള, ഇതിനേക്കാൾ നാണംകെട്ട കളികൾ അവർ കളിച്ചുകൊണ്ടിരിക്കും. അത്രയും ദയനീയമായ ഒരു അവസ്ഥയിൽ, അതായത് കോൺഗ്രസിന്റെ AICC തീരുമാനിച്ച ഒരു കാൻഡിഡേറ്റ് പരാജയപ്പെടുമെന്ന് ഉറപ്പാണ്, അയാളുമായിട്ട് എനിക്ക് പ്രശ്നമുണ്ട് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, അത് ഏത് വോട്ടർ ആയിക്കോട്ടെ. സന്ദീപ് വാര്യർ പറയുന്നത് നമുക്ക് മനസ്സിലാവാത്ത കാര്യമാണത്. നിങ്ങൾ വോട്ട് ചോദിക്കാൻ ഒരാളെടുത്ത് ചെല്ലുന്നു, അയാൾ പറയാണ് ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെടണമെന്നാണ് എൻ്റെ വിശ്വാസം, അയാൾ പരാജയപ്പെടും എന്ന് പറഞ്ഞാൽ അയാളെ വീട്ടിൽ പിന്നെയും പോയിട്ട് വോട്ടിന് ചോദിക്കില്ലല്ലോ. ശരി, നിങ്ങൾ നിങ്ങളുടെ വ്യൂ എന്ന് പറഞ്ഞിട്ട് പോകാന്നുള്ളതല്ലേ രാഷ്ട്രീയ പ്രവർത്തനം. എങ്ങനെയെങ്കിലും വോട്ട് പിടിക്കുന്നുള്ളത് ശ്രീകുമാറിന് പറയാം, പക്ഷേ റെസ്പോൺസിബിൾ പൊളിറ്റിക്സിൽ നിൽക്കുന്ന ആളുകൾ പറയുന്ന ഒരു ഡയലോഗ് അല്ല ഇത്. മാത്രമല്ല, നിലമ്പൂരുകാർ ഒരു പരിധിവരെ വലിയ ആവേശത്തോടെ കണ്ടിരുന്ന ആര്യാടനിസം എന്ന് പറയുന്നത്
ഷൗക്കത്തിന്റെ പിതാവായിട്ടുള്ള ആര്യാടൻ മുഹമ്മദിന്റെ ഒരു നിലപാടായിരുന്നു. അത് മതമേലധ്യക്ഷന്മാർക്കും വർഗീയ ശക്തികൾക്കും കീഴടങ്ങാതിരിക്കുക എന്നുള്ളതായിരുന്നു. നിങ്ങൾ ആര്യാടൻ മുഹമ്മദിന്റെ ബൈറ്റ് എടുത്തു നോക്കൂ. അദ്ദേഹം തങ്ങളെന്ന് ചേർത്ത് പറയാറുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് വെള്ളം ഊതി കൊടുക്കുന്ന വീട്ടിലേക്ക് പോലീസ് ചെല്ലുന്നില്ല എന്ന് ചോദിച്ച ആളാണ് ആര്യാടൻ ഷൗക്കത്ത്. പക്ഷേ ഇലക്ഷനിൽ എന്താ പറയാ സ്ഥാനാർത്ഥിയെ ഡിക്ലെയർ ചെയ്തതിനു ശേഷം അദ്ദേഹം ചെയ്തു നോക്കൂ. ഇതുവരെ അദ്ദേഹത്തിന്റെ പിതാവ് ഉയർത്തിപ്പിടിച്ചിരുന്നു എന്ന് നമ്മളൊക്കെ ആവേശത്തോടെ അഭിമാനത്തോടെ കാണിക്കുന്ന ആ സെക്യുലർ നിലപാട് ഡയല്യൂട്ട് ചെയ്തിട്ടാണ്, അതിനെ കൊന്നു കളഞ്ഞിട്ടാണ് ആര്യാടൻ ഷൗക്കത്ത് അവിടെ UDF-ന്റെ കാൻഡിഡേറ്റ് ഉള്ള ഒരു കാൻഡിഡേറ്റ് അല്ല. ശരി, ഞാൻ പറയാം. ശ്രീ N. ശ്രീകുമാർ, ആര്യാടൻ ഇല്ലാതെ ജയിക്കാൻ കഴിയില്ല എന്നൊരു ആത്മവിശ്വാസക്കുറവ് കോൺഗ്രസിനുണ്ട് എന്നുള്ളതാണ് CPM-ന്റെ ആരോപണം. അങ്ങനെയൊന്നുണ്ടോ? ക്ഷമിക്കണം, അൻവർ ഇല്ലാതെ. ഞാൻ ഈ ചർച്ച വളരെ ഗൗരവത്തിലെടുക്കുന്ന ഒരാളാണ്. പക്ഷെ നമ്മളെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാത്രിയിൽ അൻവറിൻ്റെ വീട്ടിൽ പോയി കണ്ടത് ഞാനൊരു രാഷ്ട്രീയമായ പ്രശ്നമായിട്ട് കാണുന്നില്ല എന്നുകൊണ്ട് ഞാനത് അങ്ങനെ ലളിതവൽക്കരിച്ച് തന്നെ പറയുകയുള്ളൂ. അതിപ്പോൾ CPM കൊണ്ടു നടക്കട്ടെ. കാരണം പാലക്കാട് പെട്ടി വിവാദം കൊണ്ടു നടന്നിട്ട് അവസാനം അതിൻ്റെ പഴിയേറ്റത് CPM-ൻ്റെ നേതാവ് അറിയാമല്ലോ, കൃഷ്ണദാസനായിരുന്നു. അതുപോലെ ഇപ്പോൾ ഇവിടെ ആർക്കാണെങ്കിൽ കൊള്ളാൻ പോകുന്നതെന്ന് അറിയില്ല, അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഞാൻ നിലമ്പൂരത്തെ വിഷയം എന്താ മാധു, അവിടെ CPM-ന് അവിടെ അവർക്ക് കിട്ടാവുന്ന വോട്ടുകൾക്കൊരു കണക്കുണ്ട്. ആ കണക്കെടുക്കാനുള്ള സർവേയാണ് ഇത്തവണ അവർ സ്വരാജിനെ കൊണ്ട് ചെയ്യിക്കുന്നത്. അവർ ജയിക്കുമെന്ന് ആരും കരുതുന്നില്ല, ഒരാൾ കരുതുന്നില്ല. കാരണം അവർക്ക് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ CPM-ന് കിട്ടാവുന്ന കുറച്ച് വോട്ടുകളുണ്ട്. ആ വോട്ടിനപ്പുറത്തേക്ക് അവർക്ക് കടക്കാൻ പറ്റില്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവിടെ UDF-ൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴേ ഒരു പത്രപ്രവർത്തകൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഞാൻ 2-3 കാര്യങ്ങൾ പറയാം. ഒന്ന്, പാലക്കാട്ടും തൃക്കാക്കരയിലും അതുപോലെ പുതുപ്പള്ളിയിലും ഒക്കെ കോൺഗ്രസ് എടുത്ത നിലപാടുണ്ട് UDF-ൽ. അതായത് കോൺഗ്രസ്സിന് അവിടെ കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിച്ച് മുന്നോട്ട് പോകാമായിരുന്നു. നേരെ മറിച്ചും നിലമ്പൂരിലെത്തുമ്പം അവിടെ കോൺഗ്രസ് ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ട വസ്തുത എന്താണെന്ന് വെച്ചാൽ അവിടെ മുസ്ലിം ലീഗിനും വളരെയധികം ആധിപത്യമുള്ള ജില്ലയാണ്. അപ്പോൾ അവിടെ ഒരു ഏകോപനം, കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ഏകോപനമൊക്കെ വളരെ പ്രധാനമാണ്. ഇങ്ങനെ ഒരു ഏകോപനത്തിലൂടെ അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനായിട്ട് കോൺഗ്രസും UDF-ഉം ശ്രമിക്കുന്നു എന്നൊരു തോന്നൽ CPM-നുണ്ടാകുമ്പോൾ അവരിങ്ങനത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാത്രി പോയത് എന്തിനാ, പകൽ പോയത് എന്തിനാ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. ഇവിടെ ഇതാണ് എൻ്റെ കാര്യം. പിന്നെ അവിടെ BJP-യുടെ സ്ഥാനാർത്ഥിയുണ്ട്. അദ്ദേഹം ഒരു സഭയുടെ ആളാണ്. ആ സഭയ്ക്ക് അവിടെ കുറച്ച് ആധിപത്യം, കുറച്ച് വോട്ടുകളുള്ള സ്ഥലമാണ് BJP. അവിടെ BJP-ക്ക് എത്ര വോട്ട് കിട്ടും എന്നുള്ളതും അൻവറിന് എത്ര വോട്ട് കിട്ടും എന്നുള്ളതും ഇത്തവണ നമുക്ക് തിരഞ്ഞെടുപ്പ് കാണാം. അൻവർ മത്സരിക്കുകയാണെങ്കിൽ. ഞാൻ കരുതുന്നില്ല അൻവർ മത്സരിക്കുമെന്ന്. കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പിൽ ഇറങ്ങിയത്. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് LDF-ൽ സാധാരണ കാണാറുള്ളതിനെക്കാട്ടിലും കുറേ ആൾക്കാരുടെ വരുന്നെന്ന് പറഞ്ഞല്ലോ. ഈ കുറേ ആൾക്കാർ വരുന്നു എന്ന് പറഞ്ഞത് കുറേ ആൾക്കാർ വന്നിട്ടല്ല, അത് CPM-ൻ്റെ അവർക്കൊരു ബേസ് ഉണ്ട്, വോട്ട് ബേസ്. ആ വോട്ട് ബേസിന് അപ്പുറത്തേക്ക് വരും എന്ന് കാണിക്കാനാണ്. അതാണ് അവിടുത്തെ രാഷ്ട്രീയ വർത്തമാനം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വളരെ നല്ല പോരാട്ടം UDF-ന് അവിടെ കാഴ്ചവെക്കേണ്ടി വരും. ഇത്തരം ഒരവസ്ഥയിൽ CPM-ന് എന്താ പറയാനുള്ളത്? അവർ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല അവരുടെ ഇലക്ഷനെ, അവരുടെ ഗവൺമെൻറ്റിനെ വിലയിരുത്തുന്നത്. ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം അൻവറിൻ്റെ പേരൊന്നും പറഞ്ഞായിട്ട് ഞാൻ കേട്ടില്ല. രാഷ്ട്രീയ ചതിയും അതുപോലെ വാര്യംകുന്നത്തിൻ്റെ കഥയൊക്കെ പറഞ്ഞു. അവിടെ ചരിത്രമാണോ മാധു വോട്ടെഴുതാൻ പോകുന്നത്? അവിടുത്തെ വന്യമൃഗങ്ങളുടെ കാര്യവും അവിടുത്തെ ശല്യവും അവിടുത്തെ ഒരുപാട് ജനകീയ വിഷയങ്ങളുമല്ലേ. അതൊക്കെ ചർച്ച ചെയ്യാൻ പോകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അൻവറിനെ കാണാൻ പോയ കാര്യമൊക്കെ പ്രവൃത്തികരിച്ച് പറയുന്നത് വിഷയദാരിദ്ര്യം കൊണ്ടാണ് CPM-ൻ്റെ. അതവർ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ മാധു അവർ പറയാൻ പാടില്ല. മാധു പറയാൻ പാടില്ല വെച്ചാൽ ഞാനൊരു മാധുവിനെ കൂടി നിർദ്ദേശിക്കുകയല്ല. ഈ ചർച്ചയ്ക്ക് അതൊരു വിഷയമാവില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ CPM-ൻ്റെ നിലപാടും അതുപോലെ BJP-യുടെ നിലപാടും നമ്മൾ ചർച്ച ചെയ്യണ്ടേ. CPM-ന്റെ അതായത് നമ്മൾ ഓരോ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുമ്പോഴും അതിനെ അനുകൂലിച്ച് നിലപാടെടുക്കുമ്പോഴും ഒക്കെ നമുക്ക് പല താല്പര്യങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇന്നത് കാണണം, ഇന്നത് കാണേണ്ടതല്ല, അത് വളരെ നിസ്സാരമായ വിഷയമാണ്, ചിലത് പർവ്വത സമാനമായ വിഷയമാണെന്ന് തോന്നലൊക്കെ ഉണ്ടാകും. അത് പക്ഷേ നമുക്ക് പ്രകടിപ്പിച്ചു പോകാം എന്നേ ഉള്ളൂ. അതായത് ഏറ്റവും അവസാനം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊന്നിൽ കോൺഗ്രസിന്റെ യുവജന സംഘടനയുടെ അധ്യക്ഷൻ അവിടെ മത്സരിച്ച് വിജയിക്കുന്നു. അദ്ദേഹം നിലമ്പൂരിലേക്ക് നിങ്ങളുടെ യുവജന സംഘടനയെ നയിക്കാൻ വേണ്ടി അവിടുത്തെ സംവിധാനത്തിന്റെ ഭാഗമായി എത്തുന്നു. അദ്ദേഹം നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ ഒരു ചർച്ചയ്ക്ക് കാരണമല്ല, ചോദ്യങ്ങൾക്ക് കാരണമല്ല, അത് വളരെ നിസ്സാരമാണ് എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. ശ്രീ
എസ് കെ സജീഷ് അങ്ങനെ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി അവിടെ ഉന്നയിച്ച വിഷയങ്ങൾ, അത് ഒന്ന് ചതിയുളിയോടെയാണ് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത്, അതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. രണ്ടാമത്തേത് അവിടുത്തെ രാഷ്ട്രീയ ചരിത്രം, ഏറനാടിൻ്റെ രാഷ്ട്രീയ ചരിത്രം, സഖാവ് കുഞ്ഞാലിയുടെ രാഷ്ട്രീയം, അങ്ങനെ പല കാര്യങ്ങൾ, വാര്യംകുന്നൻ്റെ രാഷ്ട്രീയം, ഇതൊക്കെ പറയുന്നുണ്ട്. ഇതിനപ്പുറത്തുള്ള ജനകീയ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നാൽ അവിടെ CPM നിലം തൊടാൻ കഴിയില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം. അതായത് 9 വർഷക്കാലത്തെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലായിരിക്കും ഇതിന്റെ ഫലം എന്ന് പറയാനുള്ള ആത്മവിശ്വാസം CPM എന്നുള്ളതാണ് കോൺഗ്രസ് ആദ്യം മുതൽ ചോദിക്കുന്നത്. രണ്ട് ഭാഗങ്ങളുണ്ട് ശ്രീമതി മാധു. ഒന്ന്, 9 വർഷത്തെ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് എന്ന് മാത്രമല്ല, അത് കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്ത മുന്നേറ്റത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. 9 വർഷം മുമ്പുള്ള 5 വർഷക്കാലത്തെക്കുറിച്ചും കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. ആ നിലമ്പൂരിൽ തന്നെ വൈദ്യുതി മന്ത്രി പ്രതികരിച്ചിരുന്ന ഘട്ടത്തിലായിരുന്നല്ലോ കേരളത്തിൽ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഒക്കെ ഉണ്ടാകുമായിരുന്നല്ലോ. അതൊന്നും ഇപ്പോഴില്ല എന്നുള്ളത് തുടങ്ങി ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ മറ്റെല്ലാം ഉണ്ടായ മാറ്റം, അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. മറ്റു ചില കാര്യങ്ങൾ കൂടി ഈ ചർച്ചയിൽ പരാമർശിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഇവിടെ ശ്രീ എൻ ശ്രീകുമാറൊക്കെ ശ്രമിക്കുന്നത് കുറേ ആൾക്കാർ വന്നിട്ടില്ല, എന്നാൽ അങ്ങനെ കാണിക്കാനാണ് ശ്രമിച്ചതെന്ന്. ശ്രീകുമാർ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത് ക്യാമറയ്ക്കകത്താണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുപോലെ ക്യാമറയെല്ലാം ഉണ്ട് എന്നും ഇതെല്ലാം ആളുകൾ കാണുന്നുണ്ട് എന്നും നിലമ്പൂരുള്ള ജനങ്ങളുടെ മുന്നിൽ കൂടിയാണ് താങ്കൾ ഇതൊക്കെ പറയുന്നത് എന്ന ധാരണ കൂടി ഉണ്ടാകുന്നത് നല്ലതാണ്. ഒന്ന്, UDF-നകത്തുള്ള ആളുകൾ തന്നെ ശ്രീ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ അംഗീകരിക്കുന്നു, അതിൽ വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ? കഴിഞ്ഞ ദിവസം തൊട്ട് ദിവസം മുമ്പ് നടന്ന ഒരു ചാനൽ ചർച്ചയിൽ ലീഗിൻ്റെ നേതാവ് ഷാഫി ചാലിയത്തിനെ അവതാരകൻ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ UDF-ൻ്റെ പ്രതിനിധിയാണ്, നിങ്ങൾ LDF-ൻ്റെ പ്രതിനിധിയല്ല. സ്വരാജിനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് വളരെ വാദോരാതെ സംസാരിക്കുന്ന ഘട്ടമുണ്ടായപ്പോഴാണ് അങ്ങനെ പറയുന്നത്. അവിടെ MP ആയിട്ടുള്ള ശ്രീ അബ്ദുൽ വഹാബ് ഉൾപ്പെടെയുള്ള ആളുകൾ സ്വരാജ് മത്സരിക്കണമെന്നത് എൻ്റെ ആഗ്രഹമായിരുന്നു എന്ന് തുറന്നു പറയുന്ന സാഹചര്യം വന്നു. ഇവിടെ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ UDF-ലെ പല കക്ഷികളുടെയും നേതാക്കന്മാർക്കും പ്രവർത്തകർക്കുമെല്ലാം ഉള്ളിലുള്ള ആഗ്രഹം ഇതാണ് എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രീ എൻ ശ്രീകുമാറോ മറ്റോ അതിനെ മറച്ചു വെക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അതൊന്നും ജനങ്ങളുടെ ഇടയിൽ വിലപ്പോകുന്ന കാര്യമല്ല. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ സന്ദീപ് വാര്യരെ വല്ലാതെ ഈ കാര്യത്തിൽ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിൽ വന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന് സതീശനൊപ്പം നിൽക്കണമോ അല്ല മറ്റുള്ളവരോടൊപ്പം നിൽക്കണമോ എന്നുള്ള ഒരു തീരുമാനമൊന്നും എടുത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അദ്ദേഹം തന്നോട് ശത്രുത കാണിക്കരുത് എന്ന് പറഞ്ഞത്. കാരണം അങ്ങനെ ഒന്ന് പറയേണ്ടി വന്നാൽ അദ്ദേഹത്തിന് വലിയ പ്രയാസമായി അത് മാറും. അതുകൊണ്ട് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് തന്നെയാണ് ആ കാര്യത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പരിചയമുള്ളത് കൊണ്ട് കണ്ടു എന്നാണ്. പരിചയമുള്ളത് കൊണ്ട് അർദ്ധരാത്രി ഈ പോകുന്ന വഴിയെ മറ്റ് കോൺഗ്രസ് നേതാക്കന്മാർക്കൊന്നും പരിചയമില്ലായിരുന്നു. അവിടെയുള്ള പരിചയമുള്ള കോൺഗ്രസ് നേതാക്കന്മാരൊന്നും പോവാഞ്ഞതെന്തുകൊണ്ടാണ്? പോവാഞ്ഞത് തൻ്റെ അടുത്തേക്ക് വരണ്ട എന്ന് കൃത്യമായി അവിടെ അൻവർ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ. ആ സാഹചര്യം കൊണ്ട് തന്നെ പോകാതിരിക്കുമ്പോൾ ആ പ്രതിസന്ധിയിൽ വല്ലാതെ കുളത്തിലായ സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് മാറിയപ്പോൾ VD സതീശൻ അറിയാം തൻ്റെ നിലനിൽപ്പ് പ്രശ്നമാവുകയാണ്, തൻ്റെ കാലിനടിയിലുള്ള മണ്ണാണ് ചോരാൻ വേണ്ടി പോകുന്നത്. UDF-ൻ്റെ പ്രവർത്തകരും നേതാക്കന്മാരും ഉൾപ്പെടെ സഖാവ് സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ അംഗീകരിക്കുന്നു, സ്വരാജ് ജയിക്കണമെന്ന് അവർ കരുതുന്നു എന്ന് അവരുടെ പ്രവൃത്തിയിലും വർത്തമാനത്തിലും മനസ്സിലാകുന്നു. അപ്പോൾ തനിക്കുണ്ടാകുന്ന പ്രതിസന്ധിയെ മറികടക്കാൻ തനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ വേണ്ടി സന്നദ്ധനായി നിൽക്കുന്ന ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസ് നേതാവിനെ അങ്ങോട്ട് അയക്കുന്നു. അയച്ചപ്പോൾ അദ്ദേഹം ക്ഷുഭിതനായതിൻ്റെ കാരണം പറഞ്ഞ വഴി കൃത്യമായി എടുത്തില്ല. ഇതൊക്കെ ഷൂട്ട് ചെയ്ത് കൊണ്ടുവരാനല്ല പറഞ്ഞത്, രഹസ്യമായി പോകാനാണ് പറഞ്ഞത്. അങ്ങനെ രഹസ്യമായി പോയില്ല എന്നുള്ളത് കൊണ്ടാണ് പ്രശ്നം. ആ പ്രശ്നത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന് ഉൾപ്പെടെ തള്ളി പറയേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി, അങ്ങനെ ബലിയാടാക്കിയായിരുന്നു പാലക്കാട് MLA എന്നുള്ളതാണ് CPM ഉന്നയിക്കുന്ന ചോദ്യം. സന്ധ്യ വരുമ്പോൾ CPM-നെതിരെ കോൺഗ്രസ് ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് CPM-ന് സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്നതാണ്. ഇപ്പോൾ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ വലിയ തോതിലുള്ള പരിഹാസവും ഒക്കെയായി രംഗത്ത് വന്നിരുന്നു. പിന്നീട് അവർ അവരുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു.
അതിനുശേഷവും അതിനു മുൻപും UDF ആകെ ചുറ്റിക്കറങ്ങുന്നത് PV അൻവറിന് ചുറ്റും മാത്രമാണ്. സാധാരണ ഗതിയിലാണ് എങ്കിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട എല്ലാ പാർട്ടികളിലും കോൺഗ്രസിലും ഒക്കെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഈ മുഴുവൻ പ്രശ്നങ്ങളും മുഴുവൻ വിവാദങ്ങളും ഉണ്ടാകുന്നത് PV അൻവറിനെ ചുറ്റിപ്പറ്റി മാത്രമാണ് UDFുമായി ബന്ധപ്പെട്ട്. ഇത് അവഗണിച്ച് നിർത്തുക എന്ന് പറയുന്ന VD സതീശന്റെ നയത്തിനോടൊപ്പം ചലിക്കാൻ കോൺഗ്രസിന് എന്താണ് സാധിക്കാത്തത്? മാധു, ഒന്നാമതായി ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഏകദേശം ചിത്രം വ്യക്തമായിരിക്കുകയാണത്. ഈ ചിത്രം വാസ്തവത്തിൽ ചിത്രം എന്താ? കഴിഞ്ഞ തവണ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ 2 തവണയും ഇവിടെ നിന്ന് വിജയിച്ചു പോയിട്ടുള്ള MLA രാജിവെച്ച് CPMന് എതിരായിട്ട് മത്സരിക്കുന്നു, അല്ലെങ്കിൽ പിണറായി സർക്കാരിനെതിരായിട്ട് മത്സരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് CPM അല്ലെങ്കിൽ LDF പ്ലസ് അൻവർ ആയിരുന്നെങ്കിൽ ഇത്തവണ LDF മൈനസ് അൻവറാണ്. മറുവശത്ത് UDFിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള വോട്ടുകളും ചോരേണ്ട ഒരു സാഹചര്യവും നിലമ്പൂരിലില്ല. UDFിൻ്റെ വോട്ടുകൾ UDF മുന്നണി ഇൻടാക്റ്റ് ആണ്. മറുവശത്ത് LDF തകർന്ന് LDF 2 കഷ്ണമായിട്ട് ഇവിടെ മത്സരിക്കുകയാണ്. പേരിന് തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിൽ പോലും LDF പിളർന്നിരിക്കുകയാണ് നിലമ്പൂരിൽ. അങ്ങനെ പിളർന്നതിൻ്റെ ഭാഗമായി LDFിൻ്റെ നേരത്തെ മുൻ LDF സ്ഥാനാർത്ഥി ഇപ്പോൾ LDF റിബലായിട്ട് ഇവിടെ മത്സരിക്കുന്നു. LDFിൻ്റെ സ്ഥാനാർത്ഥിയായി CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മത്സരിക്കുന്നു. ഇവിടെ മാധു ചോദിച്ച ചോദ്യം എന്താ? ഞങ്ങൾക്കിവിടെ ഈ വിഷയത്തിൽ ഒരാശങ്കയും ഇല്ലാത്തത് UDFിനെ സംബന്ധിച്ചുള്ള UDFിൻ്റെ ഗ്രൗണ്ട് വർക്ക്, അതുപോലെ തന്നെ UDFിൻ്റെ മൈക്രോ ലെവൽ ബൂത്ത് മാനേജ്മെൻറ്റ്, ഇതെല്ലാം വളരെ പെർഫെക്റ്റ് ആണെന്നുള്ള ഉറച്ച ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥിയെ കൃത്യമായിട്ട് പ്രഖ്യാപിക്കാൻ, ഒരു വിവാദങ്ങളും ഇല്ലാതെ പ്രഖ്യാപിക്കാൻ UDFിന് സാധിച്ചു. എണ്ണയിട്ട യന്ത്രം പോലെ, ഒരു മെഷീനറി പോലെ UDFിൻ്റെ സംവിധാനം ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മറുവശത്ത് LDFിനെ സംബന്ധിച്ചിടത്തോളം LDFിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വളരെ വൈകി. UDFിൽ നിന്ന് ആരെങ്കിലും അടർത്തി കിട്ടാൻ സാധിക്കുമോ എന്ന് അവർ ഒരുപാട് സമയം ശ്രമിച്ചു, ആരെയും കിട്ടിയില്ല. അതിനുശേഷം വളരെ വൈകി CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ പ്രഖ്യാപിക്കേണ്ടി വന്നു. ഞങ്ങൾ ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ പൊതുവെ നിലമ്പൂരുകാർക്കറിയാം, UDFിൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിലെ ഗ്രാമങ്ങളിൽ ജീവിക്കുന്നയാളാണ്, ഗ്രാമീണരുടെ ഇടയിൽ ജീവിക്കുന്നയാളാണ്. മറുവശത്ത് LDFിൻ്റെ സ്ഥാനാർത്ഥി ഇൻസ്റ്റാഗ്രാമിൽ ജീവിക്കുന്നയാളാണ്. ആ മാറ്റാണുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആര്യാടൻ ഷൗക്കത്തിന് എന്നും അവരുടെ കണ്ണുമുന്നിൽ കാണുന്ന, അവരുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളും നേരിട്ട് സംവദിക്കാൻ കഴിയുന്ന നിലമ്പൂരുകാരനായിട്ടുള്ള, നിലമ്പൂരിൻ്റെ ഹൃദയ തുടിപ്പുകൾ അറിയുന്ന ആര്യാടൻ ഷൗക്കത്തിനൊപ്പം നിൽക്കുന്നതായത് ഞങ്ങൾക്ക് ഒരു സംശയവും തർക്കവുമില്ല. ഈ പറയുന്ന വിവാദങ്ങളൊക്കെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമാണ്. 23-ാം തീയതി റിസൾട്ട് വരുന്ന സമയത്ത് പാലക്കാടിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഇവിടെ UDFിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കുമെന്നത് ഞങ്ങൾക്ക് ഒരു സംശയവും തർക്കവുമില്ല. പിന്നെ മാധു ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് അൻവറിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. ഞങ്ങളല്ല അൻവറിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. ഇവിടുത്തെ നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ എന്തിനാണ് ഈ ഒതായിലെ അൻവറിന്റെ വീട്ടിൽ പോയി രാവിലെ മുതൽ വൈകുന്നേരം വരെ നിൽക്കുന്നത്? നിങ്ങൾക്ക് അവഗണിച്ചുകൂടെ? ഞങ്ങൾ അത്തരത്തിൽ അൻവറിന്റെ പിന്നാലെ നടത്തുന്നില്ല. ഞങ്ങൾ കൺവെൻഷൻ നടത്തുന്നു, ഞങ്ങൾ വീട് ഹൗസ് കോൺടാക്ട് നടത്തുന്നു, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്ന അൻവർ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം UDF നടത്തി കൊടുത്തോ? UDF സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞു, UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനെതിരെ എന്തൊക്കെ അൻവർ പറഞ്ഞു? അപ്പം ഞങ്ങൾ അൻവറിനെ ചുറ്റിപ്പറ്റി നിൽക്കുകയായിരുന്നെങ്കിൽ ഇതൊക്കെ സാധിക്കുമായിരുന്നോ? ഞങ്ങൾ അൻവറിനെ ചുറ്റിപ്പറ്റി നിൽക്കുകയായിരുന്നെങ്കിൽ ഈ നിമിഷം ഞങ്ങൾക്ക് UDFിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സാധിക്കുമായിരുന്നോ? ഞങ്ങൾ ഈ ചുറ്റിപ്പറ്റി നിന്ന് ലൈവൊക്കെ അവസാനിപ്പിച്ച് വീട്ടിൽ പോയതിനു ശേഷമുള്ള ചുറ്റിപ്പറ്റലുകളെ കുറിച്ചാണ് എന്റെ സന്ദീപ് വാര്യരെ ഈ പറയുന്ന ചർച്ചകളൊക്കെ ഉണ്ടായത്. അപ്പൊ ഈ ചുറ്റിപ്പറ്റിയത് ആരാണ് എന്നൊക്കെ ഞങ്ങളോട് തിരിച്ചു ചോദിക്കുന്ന കുറച്ച് കടന്നുപോയില്ലേ? ഒരു കടന്നു പോകൂല. അൻവറിന്റെ അടുക്കളയിൽ വരെ ക്യാമറ വെച്ചുകൊണ്ട് അൻവറിന്റെ 24 മണിക്കൂർ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അൻവറിന്റെ വീട് ബിഗ് ബോസിന്റെ സ്റ്റുഡിയോ പോലെ മാറ്റിയത് നിങ്ങൾ മാധ്യമങ്ങളാണ്. ഒപ്പിയെടുക്കാൻ, ഭാവപ്രകടനങ്ങളെ ഒപ്പിയെടുക്കാൻ വേണ്ടി മാധ്യമങ്ങൾ പുറകെ നടക്കാണ്. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് TRP കിട്ടുന്നയാളായിരിക്കാം, അദ്ദേഹത്തിന്റെ മാധ്യമങ്ങളുടെ ജോലി അതൊക്കെ തന്നെയാണ്. അൻവർ വാർത്താ സമ്മേളനമുണ്ട്, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ചെല്ലുന്നു. ഞങ്ങൾ അൻവറിന്റെ വീടുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളൊക്കെ, ഇപ്പോ ശ്രീ എം സ്വരാജ് വലിയ പുസ്തക ശേഖരത്തെക്കുറിച്ച്, ആര്യാടൻ ഷൗക്കത്തിന്റെ വലിയ പുസ്തക ശേഖരത്തെക്കുറിച്ചൊക്കെ നമ്മൾ വാർത്തകൾ ചെയ്യുന്നുണ്ട്. PV അൻവറുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനൊക്കെ ശേഷം ഞങ്ങൾ എല്ലാവരും വീട്ടിൽ പോകുന്നു. പക്ഷെ അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ 11:45 മണിക്ക് ചില ചുറ്റിപ്പറ്റലുകൾ ഉണ്ടാകുന്നു. എന്നിട്ട് ആ ചുറ്റിപ്പറ്റലുകളെ പറ്റി ചോദിക്കുമ്പോൾ നിങ്ങൾ തിരിച്ച് ഞങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളല്ലേ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് എന്ന്. ഞങ്ങൾക്ക് ഞങ്ങളുടെ തൊഴിലിന്റെ ഭാഗം എന്ന നിലയ്ക്ക് നാട്ടുകാരെ കാണിച്ചുകൊണ്ട്, നാട്ടുകാരോട് പറഞ്ഞുകൊണ്ട്, വിളിച്ചു പറഞ്ഞുകൊണ്ടൊക്കെ ചെയ്യുന്ന ചില കാര്യങ്ങൾ ആരും കാണരുതേ എന്ന് പറഞ്ഞു പോകുന്നു. എന്നിട്ട് പറയുന്നത് വ്യക്തിപരമാണ്, അല്ല രാഷ്ട്രീയമാണ്. അയ്യോ അതല്ല, നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തിപരമാണ്, അയ്യോ രാഷ്ട്രീയമാണ് കേട്ടോ. ഈ നിലയ്ക്കുള്ള കടകം മറിയലുകളും. ശരി, എന്റെ ബാധു, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഞാൻ പറയുന്നത് നിങ്ങൾ ഈ ഇലക്ഷൻ സമയത്ത് മാത്രമല്ല, കഴിഞ്ഞൊരു 4-5 മാസമായിട്ട് ഈ അൻവർ വ്യത്യസ്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചതിന് ശേഷം
അൻവറുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളുടെ ഒരു രീതി നിങ്ങൾ പരിശോധിക്കുക. ഞാൻ അതിനെക്കുറിച്ചാണ് ഒരു വിമർശനാത്മകമായി പറഞ്ഞാണ്. നിങ്ങളത് ഉൾക്കൊള്ളും. നിങ്ങൾ രാഷ്ട്രീയക്കാരെ വിമർശിക്കുമ്പോൾ തിരിച്ച് ഞങ്ങൾക്ക് വിമർശിക്കാമല്ലോ. ഞാൻ മാധ്യമങ്ങളെ വിമർശിക്കുകയാണ്. കാരണം മാധ്യമങ്ങളുടെ സമീപനം അക്കാര്യത്തിൽ ഇതിനെ ഒരു ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ അതിനെ എക്സാജറേറ്റ് ചെയ്തുകൊണ്ട് അവതരിപ്പിക്കുക സ്വാഭാവികമാണല്ലോ. ഇപ്പോൾ ചില രാഷ്ട്രീയ നേതാക്കൾ വളരെ ഔട്ട്സ്പോക്കൺ ആയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളുടെ വായിൽ നിന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് TRP ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ചാനലിൽ മിസ്സാവുന്നത് മറ്റൊരു ചാനലിന് സഹിക്കില്ല. അപ്പോൾ എല്ലാവരും അവിടെ ഓടിച്ചെല്ലും. അതൊക്കെ നിങ്ങളുടെ തൊഴിലിൻ്റെ ഭാഗമാണ്, ഞാൻ അതിന് നിഷേധിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ അതിനെ ആ ഗൗരവത്തിലേ കാണുന്നുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഞങ്ങളെ സ്ഥാനാർത്ഥി നിർണ്ണയം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാവുമോ? അതല്ലെങ്കിൽ ഞങ്ങൾ ഈ പ്രശ്നത്തിൽ ഇത്രയേറെ മുന്നോട്ട് പോകുമോ? വാർത്താ സമ്മേളനത്തിൽ ഇന്ന് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ പ്രചാരണ പരിപാടികളിലും ഏറ്റുപറയുകയാണ് UDF നേതാക്കൾ. അൻവർ ഉയർത്തിയ വിഷയങ്ങളാണ് തെരഞ്ഞെടുപ്പിന്റെ ഇപ്പോഴത്തെയും പ്രധാനപ്പെട്ട വിഷയം അൻവർ അല്ല എന്ന് തന്നെ ഇന്ന് UDFന്റെ പല നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. ശരി ശ്രീ ശരിയല്ല. ഒരു മിനിറ്റ് പറഞ്ഞോളൂ. അല്ല മാധു, അത് ആ പറയുന്നത് ശരിയല്ല. മാധു 9 വർഷമായി UDF പറയുന്ന കാര്യങ്ങൾ അൻവർ പറയാൻ തുടങ്ങി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അൻവറെ പുതുതായിട്ട് എന്തെങ്കിലും പറഞ്ഞതല്ല ഞങ്ങൾ ആവർത്തിക്കുന്നത്. 9 വർഷമായി പിണറായി സർക്കാരിനെതിരെ നിരന്തരമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFും പറയുന്ന കാര്യങ്ങൾ അൻവർ ഈ അടുത്ത കാലത്ത് പറയാൻ തുടങ്ങി. അത്രയേ അതിന് വ്യത്യാസമുള്ളൂ. നിങ്ങൾ അങ്ങനെ എളുപ്പത്തിൽ അൻവർ ഉയർത്തിയ വിഷയങ്ങളാണ്, അൻവർ അല്ല ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവാൻ പോകുന്നത് എന്ന് ഇന്ന് UDF നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. ശ്രീ സന്ദീപ് വാര്യർക്ക് അത് വേണമെങ്കിൽ വെരിഫൈ ചെയ്യുകയും ചെയ്യാം. ഡോക്ടർ പ്രേംകുമാർ, 21,000 വോട്ടിന്റെ വ്യത്യാസം 2 തെരഞ്ഞെടുപ്പുകൾ കൊണ്ട് അവിടെ ഉണ്ടായിട്ടുണ്ട് LDFന്. ആ 21,000 വോട്ട് എന്ന് പറയുന്നത് അൻവറിന്റെ വോട്ടാണ് എങ്കിൽ അത്ര എളുപ്പമായിരിക്കില്ല ഇതിൽ വോട്ട് സമാഹരണം. അൻവർ പ്രത്യേകിച്ച് ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കുകയാണ്, TMCയുടെ സ്ഥാനാർത്ഥിയായി നിൽക്കുകയാണ്. അൻവർ തന്നെയാണ് മത്സരിക്കുന്നത് എങ്കിൽ ഈ 21,000 വോട്ട് എന്ന് പറയുന്നത് അൻവറിന്റെ വോട്ടാണ് എങ്കിൽ അത്ര എളുപ്പമായിരിക്കില്ല ഈ പോരാട്ടം. മാധു, ഇതിനോട് ചേർന്നുള്ള കാര്യം തന്നെയാണ് സന്ദീപ് വാര്യർ പറഞ്ഞത്. അതായത് അൻവർ LDFന്റെ MLA ആയിരുന്നു, ഇപ്പം LDFന്റെ MLA മത്സരിക്കുന്നുണ്ട്, LDFന്റെ വേറൊരു കാൻഡിഡേറ്റ് മത്സരിക്കുന്നുണ്ടെന്നുള്ളത്. ഇതിന്റെ തൊട്ട് മുന്നേ വേറൊരു സത്യം നമ്മളുടെ മുന്നിലുണ്ട് കേട്ടോ. സന്ദീപ് പറഞ്ഞ മറ്റൊരു കാര്യം ശരിയാണ്. PB അൻവർ പിണറായി വിജയനെതിരെയൊക്കെ പ്രസംഗിക്കാൻ സംസാരിക്കാൻ തുടങ്ങിയ സമയത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മീഡിയ അറ്റൻഷൻ കിട്ടിയ നേതാവായിരുന്നു PB അൻവർ. പക്ഷെ അത്രയും മീഡിയ അറ്റൻഷൻ കിട്ടിയിട്ട് പോലും CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ഒരൊറ്റ വാചകമേ പറഞ്ഞിരുന്നുള്ളൂ, അൻവറും CPIMും തമ്മിൽ ബന്ധമില്ല എന്ന്. 2 പൊതുയോഗങ്ങളിലും കേരളത്തിലുള്ള മുഴുവൻ ചാനലുകളും മുഴുവൻ സിറ്റിസൺ ജേർണലിസ്റ്റുകളും അരിച്ച് പരതി നോക്കിയിരുന്നു ഒരു CPM പ്രവർത്തകനെങ്കിലും കിട്ടുമോ എന്നുള്ളത്. ഞാനൊക്കെ വിചാരിച്ചിരുന്നു 100 കണക്കിന് CPM പ്രവർത്തകർ പോവും ആ പൊതുയോഗത്തിൽ എന്നുള്ളത്. ഒരൊറ്റ കുട്ടിയെ പോലും നിലമ്പൂരിന്റെ മണ്ണിൽ നിന്ന് CPMന്റെ സഹയാത്രികർ പോലും ആയിട്ടുള്ള ഒരൊറ്റ കുട്ടിയെ പോലും അൻവറിന്റെ 5 ലക്ഷം ആളുകൾ എന്നൊക്കെ ചില അവതാരങ്ങൾ വിളിച്ചു പറഞ്ഞ പൊതുയോഗത്തിൽ പോലും കണ്ടെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ, ആവേശപ്പെടുന്ന രീതിയിലാണ് നിലമ്പൂരിലെ CPIM പ്രവർത്തകരും LDF പ്രവർത്തകരും അൻവറിന്റെ പുറത്തു പോകലിനോട് പ്രതികരിച്ചിട്ടുള്ളത്. പ്രേംകുമാർ, ഞാൻ പറയുന്നത് CPMന്റെ അണികളെ കുറിച്ചല്ല. അങ്ങ് അവിടെ ഒരു സന്ദീപാരെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ശരി, ഞാൻ പറഞ്ഞത് CPMന്റെ അണികളെ കുറിച്ചോ പാർട്ടി അംഗങ്ങളെ കുറിച്ചോ പാർട്ടി അനുഭാവികളെ കുറിച്ചോ അല്ല. അൻവറിന് സ്വന്തമായി അവിടെ നിന്നുണ്ടാക്കാൻ കഴിഞ്ഞ 10-21,000 വോട്ട് അത് അൻവറിന് കീഴിൽ ഒരു ബ്ലോക്കായി നിൽക്കുകയാണ് എങ്കിൽ ഈ മത്സര ചിത്രം വ്യത്യസ്തമായിരിക്കും എന്നാണ് പറഞ്ഞത്. ഇനി 5 ലക്ഷം എന്ന് പറഞ്ഞ അവതാരങ്ങൾ ആരാണ് എന്ന് എനിക്കറിയില്ല. പക്ഷേ നിലമ്പൂരിൽ അൻവർ നടത്തിയ പൊതുയോഗങ്ങളിൽ ആളനക്കമുണ്ടായിരുന്നു, വലിയ തോതിൽ ആൾപങ്കാളിത്തം ഉണ്ടായിരുന്നു. അതിന് അൻവർ എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ വന്നവരാണോ അൻവറിനെ അനുകൂലിക്കുന്നവരാണോ എന്നൊന്നും അവിടെ ആരെങ്കിലും സർവേ നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അവിടെ വലിയ തോതിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നു. 21,000 വോട്ട് അൻവറിൻ്റെതായിരുന്നു. അത് അൻവറിൻ്റെ തന്നെയായി നിൽക്കും എന്ന് CPM കരുതുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. മാധു, അതിൽ 2 കാര്യം. അവിടെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു. ആ ആളുകളെല്ലാം ലീഗിന്റെയോ UDFന്റെയോ അനുയായികളായിരുന്നു, അൻവറിനെ കേൾക്കാൻ വന്നിരുന്ന ആളുകൾ. ഇപ്പം മാധുവിന്റെ സംശയം, പലരുടെയും സംശയം, ഈ ആളുകളെല്ലാം CPIMന്റെയോ LDFന്റെയോ വോട്ടായിരിക്കുമല്ലോ എന്നാണ്. അത് വസ്തുതാപരമായി ശരിയാവാൻ യാതൊരു സാധ്യതയുമില്ല. മറിച്ച് 2016 ആര്യാടൻ ഷൗക്കത്തിനെതിരെ അവിടുത്തെ UDFനെതിരെ അൻവർ CPIMന്റെ LDFന്റെ സപ്പോർട്ടോടെ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസും LDFന്റെ വോട്ടും കൂടി ചേർന്നിട്ട് LDF ആണ് 2 തവണ ജയിച്ചിട്ടുള്ളത്. 2ാമത്തെ തവണ ചെറിയ മാർജിനാണ്. പിന്നെ അല്ലാതെ ഒരു മൊത്തം കണക്കെടുത്താൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, നിലമ്പൂർ എന്നുള്ളത് ഒരു UDF സ്ട്രോങ് ഹോൾഡ് ആണ്.
ഇതുവരെയും അങ്ങനെ തന്നെയാണ്. അവിടെ അത് തിരിച്ചു പിടിക്കാൻ CPIM കഴിഞ്ഞ 2 ഇലക്ഷനിലാണ് അൻവർ എന്നുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പരീക്ഷിച്ചിരിക്കുന്നത്. ഇത്തവണ അതിൽ നിന്ന് മാറിയിട്ട് CPM-ന് കേരളത്തിൽ അല്ലെങ്കിൽ നിലമ്പൂരിലേക്ക് കൊണ്ടുവരാവുന്ന ഏറ്റവും ശക്തനായ, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ പ്ലേസ് ചെയ്യുന്നു. കൃത്യമായ പൊളിറ്റിക്കൽ ഫൈറ്റ് നടത്തുന്നു. അപ്പുറത്തെ ഭാഗത്ത് നിരന്തരം കൺഫ്യൂഷൻസ്. എന്താണെന്നറിയോ, അതായത് ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കില്ല, ആര്യാടൻ ഷൗക്കത്ത് CPM-ന്റെ ഏജന്റ് ആണെന്ന് പറയുന്ന അൻവറിന്റെ വീട്ടിലാണ് ഇന്നലെ രാത്രി വരെ UDF നേതാക്കൾ പോകുന്നത്. ആ പോയതിൽ തെറ്റില്ല എന്നാണ് ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന 2 പേര് പറയുന്നത്. VD സതീശൻ പറഞ്ഞിട്ട് പോലും. അതേസമയം നോക്കൂ നിങ്ങൾ, PV അബ്ദുൽ വഹാബ് എന്ന് പറഞ്ഞ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ട്രഷററാണ്. ഷാഫി ചാലിയം സംസ്ഥാന നേതാവാണ്. ഈ 2 പേരും എം സ്വരാജിനെ യാദൃശികമായിട്ട് പറഞ്ഞു പോയതാണ് നമുക്ക് വിചാരിക്കാം. പക്ഷെ ഈ നിമിഷം വരെ മുസ്ലിം ലീഗ് അതിനെ തള്ളിപ്പറയുകയോ ആ പറഞ്ഞത് ശരിയല്ല എന്ന് പറയുകയോ ചെയ്തിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ പോയത് ശരിയല്ല എന്ന് VD സതീശനും KPCC പ്രസിഡന്റും പറഞ്ഞു കഴിഞ്ഞു. ചർച്ചയിൽ ഇവർ പറയുന്നില്ലെങ്കിലും. പക്ഷേ അബ്ദുൽ വഹാബ് അത് പറയാൻ പാടില്ലായിരുന്നുവെന്ന് ലീഗിന്റെ ആളുകൾ പറഞ്ഞിട്ടില്ല. എത്രത്തോളം എന്നുള്ള കാര്യത്തിൽ യുഡിഎഫിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട VD സതീശന്റെ പിടിവാശിയാണ് കാര്യങ്ങൾ വഷളാക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാത്രിയിലെ ചർച്ചയും ക്യാമറക്കാര് ക്ഷീണമാക്കി എന്നും ഫ്രാക്ചേർഡ് ആണ്, ശരിക്കും തകർന്ന അവസ്ഥയിലാണ്. പ്രേംകുമാർ ഞാൻ സന്ദീപ് ഞാൻ പറഞ്ഞത് കേട്ടിട്ട് അതിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കണ്ട. പ്രേംകുമാർ, ഞാൻ എവിടെയും രാഹുൽ മാങ്കൂട്ടത്തിൽ അൻവറിന്റെ വീട്ടിൽ പോയത് തെറ്റല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ആ ഒരു ചെറിയ പിഴവിനെ ഇത്ര പർവ്വതീകരിച്ച് മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് പറഞ്ഞിട്ടത്. പറയാനുള്ളത് UDF-ന്റെ നേതൃത്വം. ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞോട്ടെ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കൃത്യമായി അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞു. അത് തെറ്റാണ്, ആ കാര്യം UDF-ന്റെ നേതൃത്വം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് പർവ്വതീകരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ചർച്ച നടത്തേണ്ട ഒരു കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങ് കേൾക്കാത്തത് കൊണ്ടാണോ അതല്ലെങ്കിൽ ചർച്ചയുടെ അവതാരികയായിട്ടുള്ള മാധുവിനോട് ചോദിച്ചാൽ മതി ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്. ശരി, ഡോക്ടർ പ്രേംകുമാർ പെട്ടെന്ന്. അല്ല സന്ദീപ്, അതായത് തെറ്റാണെന്ന് VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പോയത് തെറ്റാണ് എന്ന് സന്ദീപ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അത്രമാത്രമേ ഞാൻ പറഞ്ഞു. നിങ്ങൾ കോൺഗ്രസിന്റെ പങ്കെടുക്കുന്ന ആളാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ രാത്രി പോയത് തെറ്റാണ്. ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് കള്ളം പറയുന്നത്. താങ്കൾ മാന്യനാണെന്ന് കരുതിയിട്ടായി പറയുന്നത്. താങ്കൾ ഒരു മാന്യനാണെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഈ ചർച്ചയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൃത്യമായി ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അത് തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പർവ്വതീകരിക്കണം, മാധ്യമങ്ങൾ അത് പർവ്വതീകരിക്കുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ശരി, ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് വെച്ച ഒരു മുന്നണിയുടെ നേതാവിന്, ഒരു പ്രതിപക്ഷ നേതാവിന് അത് തെറ്റിപ്പോയി എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ചർച്ചകൾക്ക് വിധേയമാക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ പർവ്വതീകരിക്കേണ്ട, അങ്ങനെയാണ് എങ്കിൽ അങ്ങനെ അത് എത്ര ബൃഹത്തായി വായിക്കേണ്ട ഒന്നാണ് അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട ഒന്നാണ് എന്ന് കോൺഗ്രസിന് തോന്നില്ല. നമ്മൾ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു വിഷയം എത്ര കുറച്ച് ചർച്ച ചെയ്യുന്നു, എത്ര ലഘുവായി പറയുന്നു, എത്ര നിഷ്കളങ്കമായി കാണുന്നു, അത്രയും നല്ലത് എന്ന നിലയ്ക്ക് എല്ലാ രാഷ്ട്രീയക്കാരും കാണുകയുള്ളൂ. പക്ഷെ അതെങ്ങനെ കാണണം എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെ ചർച്ച ചെയ്യണം എന്നുള്ളത് പൊതുസമൂഹം സ്വീകരിക്കേണ്ടതാണ്. സ്വാഭാവികമായും മാധ്യമങ്ങൾ ആ വിഷയങ്ങളൊക്കെ അറിയിച്ചുകൊണ്ടാണ് ഒരു ചർച്ച സംഘടിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരി, ശ്രീ എസ് കെ സജീഷ്, ഇവിടെ എന്തൊക്കെയാണെങ്കിലും ഈ വിവാദങ്ങളൊക്കെ നിൽക്കുന്ന സമയത്തും കൃത്യമായൊരു രാഷ്ട്രീയ പോരാട്ടത്തിനാണ് കളമൊരുങ്ങുന്നത് എന്നുള്ളതായിരുന്നു CPM-ന്റെ തുറന്ന പ്രഖ്യാപനം. എം സ്വരാജിനെ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങൾ ഒരു രാഷ്ട്രീയ പോരിന് തയ്യാറാണ്, PV അൻവർ എന്ന് പറയുന്നത് അപ്രസക്തനാണ്, ഞങ്ങൾക്കൊരു വിഷയമേ അല്ല എന്നുള്ളതായിരുന്നു CPM-ന്റെ തുറന്ന പ്രഖ്യാപനം എന്ന് പറയുന്നത്. പക്ഷെ കഴിഞ്ഞ ഈ ഒരൊറ്റ ആദ്യം വന്നിറങ്ങുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കയ്യാങ്കളി, അതിനുശേഷം ഇപ്പോഴീ ഇങ്ങനെ നടക്കുന്ന വെല്ലുവിളികളും അതിനുശേഷമുള്ള വിമർശനങ്ങളുമൊക്കെ, ഇതൊരു പാലക്കാട് തെരഞ്ഞെടുപ്പ് ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ്. ഒരു ആരോഗ്യകരമായ പൊളിറ്റിക്സ് എന്നൊന്നില്ലേ? മാധു, ഞങ്ങൾ സന്തുഷ്ടരാണ്. ഇപ്പോൾ നിലമ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ സന്തുഷ്ടരാണ്. ഞങ്ങൾ ശരിയായ രാഷ്ട്രീയം പറഞ്ഞ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളോടൊപ്പം നിൽക്കുന്ന സാഹചര്യത്തെ കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ വിശദീകരിച്ച്
മുന്നോട്ട് പോകാനുള്ള എല്ലാ നിലപാടുകളും സ്വീകരിച്ചാണ് പോകുന്നത്. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി സൂചിപ്പിച്ച കാര്യം ഞങ്ങൾക്കെന്തോ പ്രയാസമുണ്ട് എന്ന്. ഒന്ന് ചൂണ്ടുന്ന വിരലൊക്കെ സ്വയം ഒന്ന് നോക്കിയാൽ അതിൻ്റെ വസ്തുത മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ അപ്പുറത്തെ സ്ഥാനാർത്ഥി നേരിടുന്ന പ്രശ്നം എന്താണ്? അപ്പുറത്തെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒന്ന്, അവിടെ VS ജോയി ആയിരിക്കണം സ്ഥാനാർത്ഥി എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും പ്രവർത്തകരുണ്ട്. അത് VS ജോയി തന്നെ വിശദീകരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തിൽ നിന്ന് പോലും സമൂഹം ഒപ്പിയെടുത്ത കാര്യമാണ്. മറ്റൊന്ന്, VV പ്രകാശ് ഉൾപ്പെടെയുള്ള ആളുകളുടെ കുടുംബങ്ങൾ, VV പ്രകാശിൻ്റെ കുടുംബം ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ തോൽപ്പിച്ച ഇപ്പോഴത്തെ UDF സ്ഥാനാർത്ഥിയോടുള്ള പ്രതികാരം അവരുടെ ഭാഷയിലും അവരുടെ ഇടപെടലുമെല്ലാം ഇനി തുടർന്ന് കൂടുതൽ ഒരുപക്ഷെ കാണാൻ വേണ്ടി കഴിഞ്ഞേക്കാവുന്ന സാഹചര്യം ഉണ്ടാകും. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ലീഗിൻ്റെ നേതാക്കന്മാരുൾപ്പെടെ അവർ അസംതൃപ്തരാണ്. ആ അസംതൃപ്തിയാണ് അവരെ സ്വരാജിനെ കാണുമ്പോഴുള്ള സന്തോഷം, സ്വരാജിനെക്കുറിച്ച് വിവരിക്കുമ്പോഴുള്ള അവരുടെ അതിരുകഴിഞ്ഞ ആവേശം. അത് ശ്രീ അബ്ദുൾ വഹാബിൻ്റെതായാലും അതുപോലെ തന്നെ ഷാഫി ചാലിയത്തിൻ്റെതായാലും എല്ലാം നമുക്ക് ദൃശ്യമാക്കി തരുന്ന അതാണ്. അത് അവരുടെ അണികളുടെ ഇടയിലുണ്ട്, നേതൃത്വത്തിൻ്റെ ഇടയിലുണ്ട്. കാരണം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇത്രമേൽ ക്രൂരമായി തന്നെ വിമർശിച്ച വ്യക്തിത്വമാണല്ലോ ആര്യടൻ ഷൗക്കത്ത് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുന്നത്. അതിൽ ലീഗിന് വലിയ അസംതൃപ്തിയുണ്ട്, ലീഗിൻ്റെ അണികൾക്ക് അസംതൃപ്തിയുണ്ട്. അതെല്ലാമാണ് അവരുടെ സന്തോഷത്തിൽ പ്രകടമാകുന്നത്. മറ്റൊരു വസ്തു കാണേണ്ടത് എന്താണ്? ഇപ്പോൾ നമ്മൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നതിന് തൊട്ട് മുമ്പ് BJPയുടെ സ്ഥാനാർത്ഥിക്ക് BJP സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ അംഗത്വം നൽകി സ്വീകരിച്ചിരിക്കുകയാണ്. BJPയുടെ ഔദ്യോഗിക താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് തൊട്ടു മുമ്പേ, നമ്മൾ ഈ ചർച്ച നടക്കുന്ന ഈ വേളയ്ക്ക് തൊട്ടു മുമ്പേ അവിടെ BJPയിലേക്ക് അംഗത്വം നൽകി സ്വീകരിച്ചിരിക്കുന്ന. എവിടുന്നാണ് അംഗത്വം നൽകി സ്വീകരിച്ചത്? ഈ പറഞ്ഞ സന്ദീപ് വാര്യർ പറഞ്ഞ സന്തുഷ്ടമായ മുന്നോട്ട് പോകുന്ന UDFിൻ്റെ കുടുംബത്തിൽ നിന്ന്, UDFിൻ്റെ നേതാവാണ് BJPയുടെ സ്ഥാനാർത്ഥിയായി ഡെപ്യൂട്ടേഷനിൽ ഇപ്പോൾ മത്സരിക്കുന്നത്. കേരള കോൺഗ്രസിൻ്റെ ജോസഫ് ഗ്രൂപ്പിന്റെ നേതാവാണ് അപ്പുറത്തേക്ക് വിട്ടുകൊടുത്ത് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അതൊക്കെ സ്വാഭാവികമല്ലേ ശ്രീ SK സജീഷ്? അത് നമ്മൾ എല്ലാ തെരഞ്ഞെടുപ്പിലും കാണാറുള്ളതല്ലേ? അപ്പുറത്തും ഇപ്പുറത്തും കൂടുമാറ്റങ്ങളൊക്കെ പാലക്കാട് തെരഞ്ഞെടുപ്പിലും കണ്ടില്ലേ? അല്ല അതെ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഇവിടെ ആദ്യം പ്രഖ്യാപിച്ചതുകൊണ്ട് എന്തോ നേട്ടമുണ്ടായി എന്ന് പറയാനാണ് ഇവർ ശ്രമിക്കുന്നതെങ്കിൽ, ആദ്യം പ്രഖ്യാപിച്ചില്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. സാമാന്യനെ ചിന്തിക്കുന്ന ആളുകൾക്കറിയാം ഇപ്പോഴാണ് UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? കാരണം ഈ പറഞ്ഞ എല്ലാ പ്രതിസന്ധികളുടെയും അടിപിടികളുടെയും നടുവിലേക്ക്, ഒരു വറചട്ടിയിലേക്ക് വരുന്നത് പോലെയായിരിക്കും UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടി വരിക. മാത്രവുമല്ല, ഒന്നിലധികം UDF സ്ഥാനാർത്ഥികൾ തന്നെ പ്രഖ്യാപിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ആ സാഹചര്യത്തെ ഒഴിവാക്കാൻ വേണ്ടി ഒരാളെ പ്രഖ്യാപിച്ച് തൽക്കാലം തടിയൂരുക എന്നുള്ള നിലപാടാണ് ആ കാര്യത്തിൽ സ്വീകരിച്ചത്. LDF സ്ഥാനാർത്ഥി ഇൻസ്റ്റാഗ്രാമിലാണ് എന്നൊക്കെ സന്ദീപ് വാര്യരെ പോലെയുള്ള ആളുകൾ പറഞ്ഞാൽ അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. അതെല്ലാം ജനങ്ങൾക്ക് നിലപാടിലൂടെ കൂടെ നിന്ന് എന്താണ് അവിടെ ലഭിക്കുന്ന സ്വീകാര്യത എന്നെല്ലാം സ്വയം ബോധ്യപ്പെടുക. രാഷ്ട്രീയത്തിൽ എല്ലാ കാര്യങ്ങളും ഒരു പഠനം കൂടിയാണ്. ശ്രീ സന്ദീപ് വാര്യർ, താങ്കളൊന്ന് പഠിക്കൂ. നിലമ്പൂരിൽ സഖാവ് സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ ആ സമൂഹം എങ്ങനെയാണ് സ്വീകരിച്ചതെന്ന് നമുക്കൊക്കെ രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ പഠിക്കാം. അത് താങ്കൾക്ക് ഗുണം ചെയ്യും. അങ്ങനെ പഠിച്ചാൽ ഇപ്പോൾ കോൺഗ്രസിനകത്ത് താങ്കളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരിടുന്ന ആ പ്രതിസന്ധി ഉണ്ടല്ലോ, ഈ കോൺഗ്രസിനകത്തുള്ള ഈ ചക്കളത്തി പോരാട്ടത്തിൽ താങ്കൾ ഇവിടെ നിൽക്കണമെന്നുള്ള ആ പ്രതിസന്ധിക്ക് ഒരു മറുപടി കൂടി കിട്ടുന്ന സാഹചര്യം അതിലൂടെ ഉണ്ടാവും. ശ്രീ ശ്രീകുമാർ, അങ്ങയുടെ ഒരു അവസരം ഞാനൊന്ന് സ്കിപ്പ് ചെയ്ത് വരുന്നു, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഓർത്തില്ല. ശ്രീ ശ്രീകുമാർ, ഹിറ്റ്ലറിസം എന്നാണ് ഇന്ന് സതീശന്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് ഒരു വിമർശനം ഉന്നയിക്കുന്നത് PV അൻവർ. ഇനിയെങ്കിലും പ്രതിപക്ഷ നേതാവിനെ ഈ തരത്തിൽ ഉപമിച്ചിട്ടെങ്കിലും ഇനിയും ഈ സമവായ ശ്രമങ്ങൾ ഉണ്ടാകില്ല എന്നുറപ്പിച്ച് പറയാൻ കഴിയുമോ? നോക്കൂ മാധു, ഞാൻ ഈ ചർച്ചയിൽ നമ്മുടെ CPM-ന് വേണ്ടി വാദിക്കുന്ന രണ്ട് പ്രതിനിധികളും അവർ ഏതെങ്കിലും കാര്യത്തിൽ ഒരു LDF UDF പോരാട്ടത്തിൽ LDFിൻ്റെ നയം വിശദീകരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഈ രണ്ട് കൂട്ടരും പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു തെളിമയുള്ള കാര്യം മാധുവിന് ഇല്ല. ഇത് തന്നെയാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇന്ന് നിലമ്പൂർ സംഭവിച്ചത്. അദ്ദേഹം അവിടെ പ്രസംഗത്തിൽ പറഞ്ഞത് LDFിൻ്റെ നയം അനുസരിച്ച് ഘടകകക്ഷികൾ നീങ്ങുന്നതാണ് പറഞ്ഞത്. അത് എന്തിനാണ് അവിടെ പറഞ്ഞതെന്നറിയാമോ? LDFിലെ ഭിന്നതയുണ്ട്. അവിടെ പ്രതിപക്ഷത്തെ കാര്യമായി മുഖ്യമന്ത്രി വിമർശിച്ചില്ല. എന്താ കാരണം? വിമർശിക്കാൻ പറ്റില്ല. കേന്ദ്രം മഹാരാഷ്ട്രയ്ക്ക് ഓർമ്മയുണ്ടല്ലോ, മഹാരാഷ്ട്രയ്ക്ക് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം സ്വീകരിക്കാൻ അനുമതി കൊടുത്തു വിദേശത്തുനിന്ന്. കേരളത്തിന് കിട്ടിയില്ല. മുഖ്യമന്ത്രി ഇന്നൊരു പത്രസമ്മേളനത്തിൽ ഇതെങ്കിലും പറയുന്ന വിചാരിച്ചേ.
അപ്പോൾ BJPയെ എതിർക്കാൻ ബുദ്ധിമുട്ട്, പ്രതിപക്ഷം പറയുന്ന സത്യങ്ങളെ എതിർക്കാൻ ബുദ്ധിമുട്ട്, ഇത്തരമൊരവസ്ഥയിലാണ് ഇന്ന് CPM എത്തി നിൽക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുത്തിവെച്ചതാണ്, അതൊരു രാഷ്ട്രീയ ചതിയാണെന്ന് ഇവർ പറയുമ്പോൾ ആ ചതിച്ചതാരാണ് എന്നയാളുടെ പേര് പറയാൻ പോലും ധൈര്യപ്പെടാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ പേര് പറയാതെ പറഞ്ഞ മുഖ്യമന്ത്രി എങ്കിൽ എന്തുകൊണ്ടാണ് അൻവർ ആ മുന്നണിയിൽ നിന്നും പുറത്തു പോകുന്നതെന്ന് കേരള സമൂഹം ചർച്ച ചെയ്തതല്ലേ? അതിന് അൻവർ പറഞ്ഞ പേരാണ് പിണറായിസം. അതുകൊണ്ട് ഈ CPMനും അൻവറിനും ഇപ്പം ഒരു ശത്രുവേ ഉള്ളൂ, അത് VD സതീശനാണ്. പാലക്കാട് VD സതീശൻ വിരുദ്ധതയായിരുന്നു. ഇപ്പോൾ ഇത് അൻവറും പറഞ്ഞു VD സതീശൻ സ്റ്റാലിനിസമാണോ എന്തൊക്കെ പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് VD സതീശൻ എന്തിൻ്റെ മാധു സ്വതന്ത്രമായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് എല്ലാ കോൺഗ്രസ്സുകാരും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം, VD സതീശൻ്റെ ഗ്രാഫ് ഉയർന്നിട്ടുണ്ട്. പൊതുസമൂഹത്തിനിടയ്ക്ക് നിലപാടുള്ള പ്രതിപക്ഷ നേതാവെന്ന് വന്നിട്ടുണ്ട്. ഈ നിലപാടില്ലാത്ത ഒരു മുഖ്യമന്ത്രിയല്ല ഇന്ന് നിങ്ങൾ നിലമ്പൂർ കണ്ടത്. അദ്ദേഹം ഇന്ന് പ്രസംഗിക്കുക 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉമ്മൻചാണ്ടി കൊടുക്കാനുണ്ടായിരുന്നു. കോൺഗ്രസ് നേതാക്കന്മാർക്കും ഒന്നും നിലപാടില്ല എന്നാണോ താങ്കൾ പറയുന്നത്? അതുകൂടി ഒന്ന് വ്യക്തമാക്കണം എന്ന് സൂചിപ്പിക്കുക. അല്ല, എനിക്കറിയാം ഈ ചോദ്യം വരുന്നറിയാം. അല്ല, ഈ ചോദ്യം വരുന്ന അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടിക്ക് നിലപാടില്ല, കുഞ്ഞാലിക്കുട്ടിക്ക് നിലപാടില്ല, കെ സുധാകരന് നിലപാടില്ല, മറ്റ് കോൺഗ്രസ് നേതാക്കന്മാർക്ക് ആർക്കും നിലപാടില്ല. ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യമാണല്ലോ നമ്മൾ ചർച്ച ചെയ്തത്. നിലപാടെന്താന്ന് അറിയ പോലും ഇല്ലാത്ത ഒരാൾ എന്നുള്ള നിലയ്ക്ക് എന്താണ് തോന്നിയ പോലെ ചെയ്യുന്ന ഒന്നിനും കൊള്ളാത്ത ഒരാൾ എന്നൊക്കെയാണോ താങ്കൾ പറഞ്ഞു വെക്കുന്നത്? താങ്കളുടെ വരിയിലൂടെ താങ്കൾ വല്ലാതെ കോൺഗ്രസ് ന്യായീകരിക്കുമ്പോൾ മുഖത്താണ് കിട്ടുന്നതെന്ന് അറിയാൻ സ്വരാജിനെ നിലപാടുകളുടെ നിലപാടില്ലാത്തതെന്നാണോ അതിന്റെ അർത്ഥം? അല്ല, ഒരു സ്വരാജിനെ നിലപാടുകളുടെ രാജകുമാരെന്ന് വിളിക്കുമ്പോൾ റിയാസിന് നിലപാടില്ലാത്തതെന്നാണോ അതിന്റെ അർത്ഥം? അങ്ങനെയാണോ? അല്ല, സ്വരാജിനെ നിലപാടുകളുടെ രാജകുമാരല്ലോ, നിലപാട് പാർട്ടിയുടെ നിലപാടാണ്. സ്വരാജ് പറയുന്ന നിലപാട് പാർട്ടിയുടെ നിലപാടാണ്. ആ നിലപാട് എല്ലാവരുടെയും നിലപാടാണ്. സ്വരാജ് നിലപാടുള്ളവര് റിയാസ് നിലപാട് കോൺഗ്രസിന്റെ നിലപാടല്ല, നിലപാടല്ല, നിലപാടല്ല. നിങ്ങൾ പറയുന്ന ഇതേ ആർഗ്യുമെന്റ് KPCC പ്രസിഡന്റ് ആയിട്ടുള്ള കെ സുധാകരൻ പറഞ്ഞത് അല്ല. സജീഷ് ഒരു മിനിറ്റ്, അല്ല ഞാൻ പറഞ്ഞത് കേക്ക്. അതല്ലേ? അല്ല സജീഷെ, വളച്ചൊടിക്കരുത്, എന്റെ മുമ്പിൽ വെച്ച് വളച്ചൊടിക്കരുത്. ഞാൻ പറയുന്നത് എന്റെ മുമ്പിൽ വെച്ച് വളച്ചൊടിക്കരുത്. സ്വരാജിന്റെ നിലപാട് സ്വരാജിന്റെ കുറിച്ച് പറഞ്ഞതൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട്. ഞാനത് ആവർത്തിക്കണോ? KN കുഞ്ഞമ്മദിനെ കൊരങ്ങൻ കുഞ്ഞമ്മന്ന് വിളിച്ചപ്പോ കുഞ്ഞമ്മദിനെ VS കൊടുത്ത മറുപടി ഉണ്ട്, ഓർമ്മയുണ്ടോ? 3 പേർ കൂടി സംസാരിച്ചു. ഭാഗമായി നിൽക്കുകയാണ്. താങ്കൾക്ക് ആ അഭിപ്രായം ഉണ്ടെങ്കിൽ ആ കേസിൽ കക്ഷി ചേർന്നോ? അല്ല, പിതൃശൂന്യ പ്രസ്താവനയോ? മാധ്യമങ്ങൾക്കെതിരെ പിതൃശൂന്യ പ്രസ്താവന നടത്തിയപ്പോൾ VS കൊടുത്തൊരു മറുപടി ഉണ്ട്, ഓർമ്മയുണ്ടോ? VD സതീശനോട് നിങ്ങൾക്ക് അലിപ്പുണ്ടാകും. ഭരണഘടനയിൽ സ്റ്റേറ്റ് എന്താണെന്ന് നിയമസഭയ്ക്കകത്ത് വെച്ച് സ്വരാജിനെ പഠിപ്പിച്ച ഓർമ്മയില്ലേ? ഒരു വാചകത്തിന്റെ സ്റ്റേറ്റ് അല്ല എന്ന് പറയാൻ വേണ്ടി സ്വരാജ് നടത്തിയിട്ടുള്ള പരിശ്രമവും വഷളായതും ഒക്കെ കണ്ടതല്ലേ? മറുപടി പറയാനൊക്കെ പറ്റുമായിരിക്കും. സ്റ്റേറ്റ് ആണോ അല്ലയോ പറയാമോ സജീഷ്? മതി, ഇത്ര നേരം തർക്കിച്ചല്ലോ. നിയമസഭയ്ക്കകത്ത് വെച്ച് സ്വരാജിന് എന്താണ് ഭരണഘടന ക്ലാസ് പറയാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. സന്ദീപ് വാര്യരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കയറി ഇടപെട്ട സ്വാഭാവികമായിട്ട് നമ്മൾ സംസാരിക്കും. നിങ്ങൾ അങ്ങനെ പ്രതിപക്ഷ നേതാവിനെ അവഹേളിച്ച് പോകാമെന്ന് കരുതണ്ട സജീഷേ. മനസ്സിലായല്ലോ? നിയമസഭയ്ക്കകത്ത് തിരിച്ചൊരു സംശയം ചോദിച്ചു. സജീഷ് അല്ല, മാധു എനിക്ക് പൂർത്തിയാക്കാൻ അവസരം. സജീഷ് ഒരു മിനിറ്റ്. അതായത് ഞാൻ കോൺഗ്രസ് പക്ഷമുള്ളൊരു പത്രപ്രവർത്തകനാണ്, അതാദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വ്യക്തമാണ്. ഏത് കോൺഗ്രസ്സുകാരും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ വാചകം ഈ നിലമ്പൂർ വിഷയത്തിൽ, നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാട്, ആ നിലപാട് എന്ന് പറഞ്ഞാൽ ഇന്ന് സമൂഹം അംഗീകരിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ പൊള്ളുന്നത്? നിങ്ങളപ്പോൾ മറ്റ് കോൺഗ്രസ് നേതാക്കൾക്ക് നിലപാടില്ലെന്നല്ല ചോദിക്കേണ്ടത്.
എന്തുകൊണ്ടാണ് നിലപാട് സതീശൻ എടുത്തു എന്നുള്ളതാണ്. അത് നിങ്ങളുടെ കഴിവുകേടാണ്. അതുകൊണ്ടാണ് ആ നിലപാട് എടുക്കേണ്ടി വന്നത്. അത് മനസ്സിലാക്കുക നിങ്ങൾ. അല്ലല്ല, ഞാനതല്ല, താങ്കളുടെ ആ സംശയം ഞാൻ തീർത്തു തരാം. ഞാൻ പറഞ്ഞത് താങ്കൾ അത് പറയുമ്പോൾ പൊള്ളുന്നത് അല്ല, എന്റെ സംശയം നിങ്ങൾ തീർക്കണ്ട. നിങ്ങൾ CPM-ലെ സംശയം തീർത്താൽ മതി. അതായത് ഈ തെരഞ്ഞെടുപ്പ് വിലയിരുത്തലാകുമെന്ന് പറയുന്ന നിലപാടുണ്ടോ? ഇത് ഗവൺമെന്റിന്റെ വിലയിരുത്തലാണ് എന്ന് പറയാനുള്ള നിലപാടുണ്ടോ? ഉണ്ടോ? ഗവൺമെന്റിന്റെ വിലയിരുത്തൽ ഈ ഗവൺമെന്റിനെ കുറിച്ചുള്ള വിലയിരുത്തലാണെന്ന് പറയാനുള്ള നിലപാട് നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ അൻവറുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം ശരി, നിങ്ങൾ മൂന്നുപേരും തർക്കിച്ചു. ഞാൻ ഡോക്ടർ പ്രേംകുമാറിലേക്ക് പോട്ടെ. ഡോക്ടർ പ്രേംകുമാർ, അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ VD സതീശൻ ആദ്യം നിലപാട് പറഞ്ഞപ്പോൾ അത് VD സതീശൻ ഒറ്റയ്ക്കെടുക്കേണ്ട നിലപാടല്ല എന്ന് പറഞ്ഞത് മുൻ KPCC പ്രസിഡന്റാണ് K സുധാകരൻ. ഇപ്പോ ശ്രീ സന്ദീപ് വാര്യർ അടക്കം പറയുന്നു ഈ കാര്യവുമായി ബന്ധപ്പെട്ട് VD സതീശൻ പറയുന്നത് UDF-ന്റെ ആകെ നിലപാടാണ്. UDF-ന്റെ ആകെ നിലപാട് VD സതീശൻ പറഞ്ഞതിന് ശേഷവും അവിടെ പോകുന്നത് പാർട്ടിയുടെ MLA ആണ്. അപ്പോൾ ഇതിലെവിടെയാണ് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾക്കൊരു സേ? അതായത് മധു, N ശ്രീകുമാർ പറഞ്ഞത് സത്യമാണ്. അതായത് പ്ലാസ്റ്റിക് ഫ്രീ ക്യാമ്പസ് എന്നൊക്കെ പറയുന്നത് പോലെ അൻവർ ഫ്രീ UDF എന്നുള്ളൊരു നിലപാട് ഏറ്റവും കൃത്യമായിട്ട് പറഞ്ഞത് UDF ചെയർമാനായിട്ടുള്ള VD സതീശനാണ്. ആ നിലപാടിന്റെ പേരിൽ ബ്രോഡ് ലെഫ്റ്റ് ആയിട്ടുള്ള ആളുകളെല്ലാം അദ്ദേഹത്തെ അംഗീകരിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ അടക്കമുള്ള ആളുകൾ, ഇടത് സഹയാത്രികൻ എന്ന് എഴുതുന്ന VD സതീശന്റെ ആ നിലപാട് കൃത്യമായിരുന്നു. പക്ഷെ ആ നിലപാട് വാഴാൻ UDF-നുള്ള മറ്റ് കക്ഷികളോ മറ്റ് നേതാക്കളോ സമ്മതിക്കുന്നില്ല എന്നുള്ളിടത്താണ് പ്രശ്നം. മാധു പറഞ്ഞതുപോലെ മുൻ KPCC പ്രസിഡന്റാണ് ആദ്യം അതിനെ തള്ളി പറയുന്നത്. ആര്യാടൻ ഷൗക്കത്ത് തോൽക്കുമെന്ന് അൻവർ പറഞ്ഞതിൽ പെശകില്ല എന്ന് പറഞ്ഞാലാണ് K സുധാകരൻ. VD സതീശന് ഗൂഢലക്ഷ്യമുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം PV അൻവറിനെ KC വേണുഗോപാലിന്റെ അടുത്തേക്ക് കാണാൻ പറഞ്ഞു വിടുന്ന ആളാണ് PK കുഞ്ഞാലിക്കുട്ടി. ഇതാണ് പ്രശ്നം. UDF-ന്റെ ചെയർമാൻ തന്നെ UDF-ന്റെ ഒരു തീരുമാനം, ശരിയായ രാഷ്ട്രീയ തീരുമാനം, അതായത് നിലമ്പൂരിൽ കൃത്യമായ പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കട്ടെ എന്നുള്ളൊരു തീരുമാനം UDF-നെ കൊണ്ട് എടുപ്പിച്ച് അത് പ്രഖ്യാപിച്ചതിന് ശേഷം അതിന് പാര വെക്കുന്നത് UDF-നകത്തും കോൺഗ്രസിനകത്തുമുള്ള ആളുകൾ തന്നെയാണ്. ഏറ്റവും അവസാനം ആ പണി ചെയ്തിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്ന് വൈകിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഷാഫി പറമ്പിലാണ്. ഷാഫി പറയുന്നത് അൻവർ വിളിച്ചിട്ടാണ് രാഹുൽ പോയെന്നാണ്. രാഹുൽ പറയുന്നത് ഞാൻ സ്വന്തം ചുമ്മാ രാത്രി പോയതാണെന്നാണ്. VD സതീശൻ കൃത്യമായിട്ട് അത് ശരിയല്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് നിലമ്പൂരിൽ സത്യത്തിൽ UDF-ൽ നടക്കുന്നത് VD സതീശൻ ഒരു പക്ഷത്തും VD സതീശൻ വിരുദ്ധമായിട്ട് കോൺഗ്രസിലും UDF-ലുള്ള മുഴുവൻ ആളുകളും മറ്റൊരു പക്ഷത്തുമുള്ള ഒരു ഫൈറ്റ് ആണ്. സമയം പൂർണ്ണമായി പൂർത്തിയാവുകയാണ്. സന്ദീപ് വാര്യർ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഇത് ഇന്നത്തെ രാഷ്ട്രീയ വിഷയം എന്ന നിലയ്ക്കാണ്. അതിനപ്പുറത്തേക്ക് പോകേണ്ടതുണ്ടോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. ഏറ്റവും ആത്യന്തികമായ വിഷയം എന്ന് പറയുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഒരു തിരഞ്ഞെടുപ്പ് ആരോഗ്യകരമായി നടക്കുക, അത് വളരെ രാഷ്ട്രീയ ബുദ്ധിയോടെ നേർനിലയ്ക്ക് നടക്കുക എന്ന് പറയുന്നത് ജനങ്ങളുടെ അവകാശവും കൂടിയാണ്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും.